أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. സ്നേഹമുള്ള സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കുവാനും അത് ദഅവത്ത് ചെയ്യുവാനുള്ള കഴിവും കരുത്തും ഈമാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. കേരള നേതൃത്വ മുജാഹിദീന്റെ വനിതാ വിഭാഗമായ എൽജിഎം നിരന്തരമായി വിശ്വാസ സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് നവജാഗരണത്തിന്റെ വ്യത്യസ്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വർത്തമാനകാലം ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു വിഷയത്തെ കുറിച്ച് സ്ത്രീകൾക്കിടയിൽ അതിശക്തമായ ഒരു പ്രബോധനം നടത്താൻ എൽജിഎം തീരുമാനിച്ചത് എന്തായാലും വളരെ നന്നായി. കാരണം മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പല രംഗത്തും. പക്ഷേ ആരാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുക, ആരാണ് അതിന്റെ മുന്നിൽ നിൽക്കുക? പണ്ടൊക്കെ നമ്മൾ കഥയിൽ കേട്ടതുപോലെ പൂച്ചക്കാലം മണികെട്ടുമെന്ന് ചോദിച്ചതുപോലെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിനാശകാരികളായ പ്രവർത്തനങ്ങൾക്കെതിരെ ആരാണ് മുന്നിൽ നടക്കുക എന്നത് ഒരു ചോദ്യമാണ്. അവിടെയാണ് നമ്മുടെ സഹോദരിമാർ, ഞങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നവരാണ്, ഞങ്ങൾ മാറ്റത്തിന്റെ മുന്നിൽ നിൽക്കാൻ തയ്യാറാണ്, ഞങ്ങൾ മാറ്റത്തിന് വേണ്ടി എമ്പാടും പോരാടുവാൻ ഒരുക്കമാണ് എന്ന ഒരു തീരുമാനത്തോടുകൂടി ഇങ്ങനെ ഒരു പ്രബോധനത്തിന്റെ സമയവും വിഷയവും തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിവാഹ രംഗത്ത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഹിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ, വിവാഹമെന്ന അതിമനോഹരമായ ഒരു സങ്കല്പത്തെ ഭീകരവും ഭീവത്സവുമാക്കി തീർക്കുന്ന ഒട്ടനേകം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമൊക്കെ അതങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോ പലപ്പോഴും നമ്മളൊക്കെ ചോദിക്കാറുള്ളത്, ആരാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുക? സത്യത്തിൽ ഇതൊന്നും മാറ്റാൻ ഈ ലോകത്ത് പുതിയതായിട്ടൊരു പ്രവാചകനൊന്നും വരാനില്ല. മാറേണ്ടത് നമ്മളാണ്, മാറ്റേണ്ടതും നമ്മൾ തന്നെ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഒരു മനോഹരമായ ആയത്തിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ഏതൊരു മനുഷ്യരിലും മാറ്റം ഉണ്ടാവണമെങ്കിൽ, അല്ലാഹു അവനിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ അവൻ സ്വയം മാറ്റത്തിന് ഒരുങ്ങണം. ഞാൻ മാറാൻ തയ്യാറാണ്,
എന്ന് ഞാൻ തീരുമാനിക്കുമ്പോഴാണ് എന്നിൽ അല്ലാഹു തആല മാറ്റങ്ങൾ ഉണ്ടാക്കുക. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നേരം കൊടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് നന്നാവുക എന്നത് നടക്കുന്ന കാര്യമല്ല. എനിക്ക് നന്നാവണം, അതിന് ഞാൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ അതിനാവശ്യമായ സൗകര്യങ്ങൾ അല്ലാഹു എനിക്ക് ഉണ്ടാക്കി തരും. അപ്പോ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം അനാചാരങ്ങൾക്കെതിരെ, അപകടകരമായ സംവിധാനങ്ങൾക്കെതിരെ ജാഗ്രതയോടുകൂടി പൊരുതേണ്ടവർ തന്നെയാണ് സ്ത്രീകൾ. കാരണം ഇതിന്റെ ദുരന്തം വിവാഹ രംഗത്താവട്ടെ, ഒരു കുടുംബം രൂപീകരിക്കുന്ന രംഗത്താവട്ടെ, ആ കുടുംബം മുന്നോട്ട് പോകുന്ന രംഗത്താവട്ടെ, അതിന്റെ പ്രയാസങ്ങൾ ഏറ്റവും ഏറെ അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകൾ തന്നെ. പണ്ടൊക്കെ കുറച്ചു മുമ്പ് സ്ത്രീ സമൂഹം അനുഭവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു സങ്കടം എന്ന് പറയുന്നത് വൈവാഹിക രംഗത്തും കുടുംബത്തിനെ രൂപീകരിക്കുന്നിടത്തും പുരുഷന് അമിതമായ മേൽക്കോയ്മയും ആ രംഗത്ത് സ്ത്രീകൾ അടിമകളാക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ ഓർമ്മയിൽ തന്നെ ഉണ്ട്. വലിയ സ്ത്രീധനം കൊടുക്കണം ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ. ഇനി അഥവാ ഒരു പെണ്ണിനെ വലിയ സ്ത്രീധനം കൊടുത്ത് കെട്ടിയാൽ തന്നെ ആ ഭർത്താവിന്റെ വീട്ടിലെ കഷ്ടപ്പാട് മുഴുവനും അവൾ ഏറ്റെടുക്കണം. അവിടെ ഒരു എന്താ പറയാ, ഒരു വില്ലൻ കഥാപാത്രത്തെ പോലെ ആ സ്ത്രീ മാറണം. അവൾക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ഭർത്തൃവീടുകളിൽ സഹിക്കാൻ കഴിയാതെ ജീവിതം ഭോഗിക്കേണ്ടി വന്ന ഒട്ടനേകം സ്ത്രീകളുടെ കഥകൾ നമ്മുടെ അമ്മമാരോട് പറ്റുന്നറിയാം. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിൽ അവർ അനുഭവിച്ച, ഒരാളോട് പറയാനോ അവതരിപ്പിക്കാനോ പറ്റാതെ അവർ അനുഭവിച്ച പീഡനത്തിന്റെ കഥകളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു കാലം. എന്നാൽ ഇന്നങ്ങനെ രണ്ട് കാലം നേരെ തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് ഈ രംഗത്തൊക്കെ സ്ത്രീകൾക്കാണ് കൂടുതൽ ഉയർന്ന സ്ഥാനമുള്ളത്. ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ എനിക്കോർമ്മയുണ്ട്. എന്റെ ഒരു സുഹൃത്തിന്റെ മകൻ, അവന് കല്യാണം കഴിക്കണം. മുമ്പ് ആദ്യം പറഞ്ഞത് ഒരു ഡോക്ടറാണെന്നാ പറഞ്ഞത്. ഡോക്ടറാണ്. ഞാൻ ചോദിക്കുന്നത് മോൻ ഡോക്ടറാണോ? മോൻ ഡോക്ടറല്ല, പക്ഷെ ഒരു ഡോക്ടറായ ഒരു പെണ്ണിനെ മതി എന്നാ പറഞ്ഞത്. ഒരു ഗൾഫിൽ നല്ല ജോലിയുണ്ട്, നല്ല കമ്പനിയിലാണ്, ഡോക്ടറായ പെണ്ണ് വേണം. കുറെ തിരഞ്ഞ് പിന്നെ മുമ്പ് ഒരു 6-7 മാസം കഴിഞ്ഞു ഞാൻ ചോദിച്ചു ശരിയായിട്ടില്ലേ? ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ ഡോക്ടർമാരൊന്നും കിട്ടാനില്ല. അപ്പൊ ഡോക്ടർ ആവണമെന്നില്ല, ആ മെഡിക്കൽ റിലേറ്റഡ് ആയ ഏതെങ്കിലും കോഴ്സ് കഴിഞ്ഞ പെണ്ണായാലും മതിയാണ്. അതിവിടെ നോക്കാം. അങ്ങനെ കുറെ കഴിഞ്ഞ് മുമ്പ് പിന്നെയും വിളിച്ചു നോക്കി, ഒന്നും ആയിട്ടില്ല. നമുക്ക് പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും പഠിച്ച ഓന്റെ കൂടെ ഗൾഫിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു പെണ്ണായ മതിയാണ്. ഇപ്പൊ 2-3 ആഴ്ച മുമ്പ് വിളിച്ചത് പറഞ്ഞേ ഒരു പെണ്ണായ പരിസ്ഥാനം, ഒരു പെണ്ണായ മതി ഉപരി. കാരണം തെരഞ്ഞ് കാലിന്റെ മുട്ടുകാല് കിട്ടി എന്നല്ലാതെ ചെരുപ്പ് തേഞ്ഞു അല്ലാതെ ഓരോ വേണ്ട പെണ്ണിനെ കിട്ടിയില്ല. എന്നാ മുട്ടു ഇഷ്ടംപോലുണ്ട്. പക്ഷേ അല്ലാഹു തആല അങ്ങനെയാണ്. അല്ലാഹു തആല ഒരു സംഗതി ഈ ലോകത്ത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചാലേ അത് നമ്മളെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ഏതെങ്കിലും കാലത്ത് വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഈ ഭർത്താവിന്റെ വീട്ടിൽ അടിമകളെ പോലെ ജീവിക്കുന്ന പെൺകുട്ടികളൊക്കെ ഒരു കാലത്ത് അവർ രാജ്ഞിമാരായിട്ട് ലോകത്ത് തിരിച്ചു വരുന്നത് നമ്മളാരും സങ്കല്പിച്ചില്ലല്ലോ. പക്ഷെ പടച്ചറപ്പ് അങ്ങനെയാണ്. ലോകത്ത് ഓരോ സംവിധാനങ്ങളും അല്ലാഹു തആല മാറ്റി മറിച്ചും ഒന്നും ഈ ലോകത്ത് സ്ഥായിയല്ല. സന്തോഷം, സങ്കടം, പ്രയാസം, എളുപ്പം ഒന്നും എന്നല്ല. നമ്മളെ അല്പം എനിക്ക് നല്ല സുഖാട്ടോ, എനിക്ക് ഞാനും പേടിക്കേണ്ട സുഖാണ് എന്ന് വിചാരിക്കട്ട. 2 വട്ടം ഒപ്പം കണ്ട് വായിക്കുന്നു പോയാൽ മതി. പിന്നെ ബാത്റൂമിൽ പോണെങ്കിൽ ഒരു തന്നെ തോട് പിടിച്ചിങ്ങനെ പോകേണ്ടത് എത്ര എളുപ്പമായിട്ട് ഒക്കെ. പണ്ട് ഒരു രസകരമായ കഥ വായിച്ചിട്ടുണ്ട്. ഈ അക്ബർ ചക്രവർത്തി തന്റെ മന്ത്രിയായിരുന്ന ബീർബലിനോട് പറഞ്ഞത്രേ, ബീർബൽ ഒരു വാചകം താങ്കൾ എനിക്ക് ഈ ചുമതല എഴുതി തരണം. ആ വാചകം സന്തോഷമുള്ള സമയത്തും സങ്കടമുള്ള സമയത്തും ഓർക്കാൻ പറ്റിയ വാചകമാവണം. രണ്ടിനും പറ്റിയ ഒരു വാചകം. അപ്പൊ അന്ന് ബീർബൽ ഒരു ചോക്കെടുത്തിട്ട് ആ പിന്നെ ചുമതല എഴുതിനാണ്. എന്താണ് എഴുതുന്നല്ലോ? ഈ സമയവും കടന്നു പോകും. ഒരു വരി, ഈ സമയവും കടന്നു പോകും. നല്ല സന്തോഷമുള്ള സമയത്ത് അതിന് വിട്ട് ആഹ്ലാദിക്കണ്ട, ധാരാളം നിൽക്കൂല, അതൊക്കെ ഇല്ലാതെ പതുക്കെ. വലിയ സങ്കടമുള്ള സമയത്ത് ഇനി ഞാനെന്താ ജീവിക്കണേ, ഇനി മരിക്കുക നല്ലത് എന്ന് വിചാരിച്ച് ഷാറും കൊണ്ട് ഉത്തരത്തുന്ന കയറാൻ നിൽക്കണ്ട. ആ സങ്കടത്തിന്റെ സമയത്തിനും ഒരു നിശ്ചിത സമയം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ സങ്കടം പോയി തിരിച്ച് സന്തോഷം വരും. അപ്പോ ഈ ലോകത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു സമയത്ത് എല്ലാം കൊണ്ടും പ്രവാചകൻ
ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു സമയത്ത് തന്റെ കഷ്ടപ്പാടിന്റെ ഭാരം പ്രവാചകൻ തന്നെ ഏറെ ദുസ്സഹമായ ഒരു സമയത്ത് അല്ലാഹു തആല പ്രവാചകനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇറക്കിയ ഒരു സൂറത്തുണ്ട്. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ. അമാനിമലയുടെ ഗുണപരിഭാഷ എടുത്തിട്ട് ആ സൂറത്ത് നിങ്ങൾ വായിച്ചു കണ്ടി ഒരു രണ്ട് വട്ടക്കനെ പരിഭാഷ ചെയ്ത് വായിച്ചു കണ്ടി. വദ്ദുഹാ, ദുഹാ സമയം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രി ഇരുട്ടുമൂടി ശാന്തമാവുന്ന തണുപ്പുള്ള രാത്രി തന്നെയാണ് സത്യം. ഈ ദുഹാ സമയം എന്ന് പറയാൻ ദുഹ എന്ന് പറഞ്ഞാല് ഈ രാവിലെ സൂര്യ ഉദിച്ച് മെല്ലെ പൊത്തി ഒരു 7-7:30 മണിക്ക് ഇങ്ങനെ ആരംഭിച്ചിരിക്കുന്നത് 10-11 മണി വരെ നീണ്ടു നിൽക്കുന്ന ആ സമയത്തിന് പറയുന്ന പേരാണ് ദുഹ. ആ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? സൂര്യൻ പതുക്കെ അതിന്റെ രശ്മികൾ ചൂട് കൂടി വെളിച്ചം കൂടി ഏറ്റവും പൂർണ്ണമായ ചൂടിലേക്ക് ആ സൂര്യൻ മാറി വരുന്ന സമയം ദുഹയാണ്. ദുഹയുടെ അവസാനമാകുമ്പോ ദുഹർ തുടങ്ങും. എങ്ങനെ ദുഹ അവസാനിക്കുമ്പോ ദുഹർ തുടങ്ങും എന്ന് പറഞ്ഞാൽ കത്തിച്ചൊലിക്കുന്ന സൂര്യനായിട്ട് മാറും. സൂര്യൻ നല്ല ചൂടാണ്. വല്ലൈലി ഇദാ സജാ, ശാന്തമായി തണുത്ത് ശാന്തമാകുന്ന രാത്രി. ഈ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ ചൂടുള്ള പകലും തണുത്ത് ശാന്തമാകുന്ന രാത്രിയും, ഇത് രണ്ടും തമ്മിൽ എത്ര കൊല്ലത്തിന്റെ അകലുണ്ട്? എത്ര കൊല്ലം കഴിയുമ്പോഴാ ഈ ചൂടുള്ള ഈ പകലിന് ശേഷം ഒരു നല്ല തണുപ്പുള്ള രാത്രി വരുന്നത്? എത്ര കൊല്ലം കഴിയാൻ കാത്തിരിക്കണം? 10 കൊല്ലം? 1 കൊല്ലം വേണ്ട. പിന്നെ ഓരോ ദിവസത്തിലും ഇത് രണ്ടുണ്ട്. ഏതൊക്കെ? കത്തിച്ചൊലിച്ച് ചൂടിൽ ഉരുകുന്ന പകലും ആ ചൂട് മാറി തണുത്ത് ഇരുട്ടുമൂടിയ ശാന്തമായ രാത്രിയും. ഇത് ഒരു ദിവസത്തിന്റെ 2 ഭാഗത്താണ് വരുന്നത്. 24 മണിക്കൂറിനുള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് ജീവിതത്തിന് സങ്കടം ഉണ്ടാവുമ്പോ ഇനി കാലാകാലം എനിക്ക് സങ്കടം, സന്തോഷം ഉണ്ടാവുമ്പോ ഇനി എന്നും സന്തോഷിക്കണം എന്ന് വിചാരിക്കണ്ട. അതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് വരാൻ കുറഞ്ഞ കാലം മതി. കുറച്ച് ഈ നിക്കണ ഇരിപ്പില് ചിലപ്പോ ഒറ്റ വാർത്ത കേട്ടാൽ നിങ്ങൾക്ക് പൊന്തിയിട്ട് തല ഈ ദിമ മുട്ടും. ആജാതി സന്തോഷം ഉണ്ടാവാൻ ഒരൊറ്റ വാർത്ത കേട്ടാൽ മതി. ഈ ഇരിക്കണ ഇരിപ്പില് ഫോണിങ്ങനെ അടിച്ച് നിങ്ങൾ എവിടെയായിട്ട് ഫോൺ തുറന്നു നോക്കുമ്പോ ഒരു വർത്തമാനം, ആ വർത്തമാനം നിങ്ങളെ ആകപ്പാടെ അമ്പലപ്പിച്ച് സന്തോഷിപ്പിച്ച് കളഞ്ഞി. അങ്ങനത്തെ ഒരു വർത്തമാനം ഈ സെക്കൻഡിൽ ഒരുപക്ഷെ നിങ്ങളെ തേടി വന്നേക്കാം, തിരിച്ചു വന്നേക്കാം. ഒരു ഫോൺ കോള്, ആ ഫോൺ കോൾ എടുത്ത് നിങ്ങൾ ആ ഫോണിൽ മറുതലക്കര ശബ്ദം കേട്ട് മരവിച്ചു പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ ഇങ്ങനെ താഴെ വീണ് നിങ്ങൾ പതുക്കെ വീഴുമ്പോ നിങ്ങളെ കൂടെ ആൾക്കാർ താക്കി നടത്തുന്ന അത്തരം വാർത്തകൾ നമ്മളെ തേടി വന്നേക്കാം. ഈ സെക്കൻഡിൽ വന്നേക്കാം. അതോടെ ഈ സെക്കൻഡ് അങ്ങനെയാണ്. ചില എന്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു. എന്റെ ഒക്കെ കൂടെ ഞങ്ങൾ സമപ്രായക്കാരെ, കാരണം ഗൾഫിലാണ് മരണപ്പെട്ടത്. അയാൾ മരണപ്പെട്ട വാർത്ത നാട്ടിലറിഞ്ഞു. പക്ഷേ വീട്ടില് ആണുങ്ങൾ പുരുഷന്മാരായിട്ട് ആളുകളുടെ വയസ്സായ ബാപ്പയും അമ്മയും പിന്നെ സ്ത്രീകളും കുട്ടികളൊക്കെ. അതുകൊണ്ട് ഈ വീട്ടില് ഈ വിവരം അറിയിക്കാൻ വലിയ പ്രയാസമായി. എല്ലാവരും അറിഞ്ഞോ ഇങ്ങനെ ആ വീടിന്റെ പരിസരത്തേക്ക് വന്ന് ആ വീട്ടിൽ വെളിച്ചുണ്ട്, അവിടെ കുട്ടികളെ അങ്ങോട്ട് ഓടി കഴിക്കുന്നുണ്ട്, അവർ ശബ്ദം കേൾക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ വന്നതും കാലത്തോ വീട്ടിൽ കയറാൻ ധൈര്യമല്ല. എല്ലാവരും വീടിന്റെ അപ്പുറത്തെ വീടിന്റെ വരാനെ നിങ്ങൾ നോക്കുക. എല്ലാവരും സങ്കടത്തില. കാരണം അങ്ങനത്തെ പോക്കാണ് ചെറുപ്പക്കാരൻ പോയത്. പെട്ടെന്ന് എല്ലാവരും കണ്ണു നിറഞ്ഞുകൊണ്ട. പക്ഷേ അതാദ്യം അറിയേണ്ട അദ്ദേഹത്തിന്റെ വീട്ടിലെ വിവരം അറിഞ്ഞിട്ടേയില്ല. ആ വീട്ടിൽ ഈ വിവരം അറിഞ്ഞിട്ടേയില്ല. എന്താ ഞാൻ ഒരിക്കൽ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു 2-3 ആളുകൾ മരിച്ചിട്ട് ആ മയ്യത്തിങ്ങനെ എടുത്ത്, അപ്പം നടന്നത് ആക്സിഡന്റാ, മയ്യത്തിങ്ങനെ സൈഡിലേക്ക് എടുത്ത് കിടത്തിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ആലോചിച്ചത് അവരെ കുറിച്ച് മാത്രമല്ല, അവരുടെ വീട്ടുകാർ ഒരു വിവരമില്ലല്ലോ. അവരുടെ സന്തോഷത്തിലേക്കാരും എന്തെങ്കിലും നല്ല സന്തോഷകരമായ പ്രവൃത്തിയിലേക്കാരും അവരറിഞ്ഞില്ലല്ലോ ഈ സങ്കടത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് രണ്ടും പെട്ടെന്ന് മാറിയും മറിഞ്ഞും കടന്നു വരും. ഇത് നല്ല ലോകത്തിലെ ഏത് കാര്യങ്ങളും അങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഒരു സുന്നത്ത്, അള്ളാഹുവിന്റെ ഒരു ചര്യയുണ്ട്. അത് ഈ ലോകത്ത് അള്ളാഹു തആല നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും ഏത് സമയത്തും. അതുകൊണ്ട് നമ്മൾ ആരും വിചാരിക്കരുത് നിലവിലുള്ള സാഹചര്യം ലോക
നിലനിൽക്കുന്ന സാഹചര്യമാണ്. അല്ലെന്നല്ല, അതങ്ങനെ മാറി മറിഞ്ഞു. അവ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതും അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ തന്നതാണ്, ഇതും അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ തന്നതാണ്. അവിടെയും അള്ളാഹു എന്നെ പരിശോധിക്കുന്നുണ്ട്, ഇവിടെയും അള്ളാഹു എന്നെ പരിശോധിക്കുന്നുണ്ട്. സങ്കടത്തിന്റെ സമയത്തും അള്ളാഹു എന്നെ പരിശോധിക്കുന്നുണ്ട്, സന്തോഷത്തിന്റെ സമയത്തും അള്ളാഹു എന്നെ പരിശോധിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കുടുംബത്തിൽ സംഭവിക്കുന്ന ഏത് അവസ്ഥയും, ഞാൻ പറഞ്ഞ കുറച്ച് മുമ്പത്തെ കുടുംബ വ്യവസ്ഥയിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ കഷ്ടപ്പാട് സ്ത്രീകൾ ശരിക്കും, ഞാനൊരു സ്ത്രീയെ കണ്ട്, വലിയ പേരുകൾ 5-6 മക്കളെ കണ്ട്, മക്കളൊക്കെ വലിയത് പേരമക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആ സ്ത്രീ വല്യന്മാരോട് സംസാരിച്ചപ്പോ 12ാമത്തെ വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തതാ. അങ്ങനെ 12ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഈ കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാവട്ടെ ഒരുപാട് ആളുകളും കുട്ടികളുമുള്ള ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ വയലും അതേപോലെ കൃഷി കന്നുകാലികളൊക്കെ കണ്ട വീട്ടിലേക്കാണ് ഈ പാവ സ്ത്രീയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന്. അവരിങ്ങനെ പറയണേ, ഈ കാലികൾക്ക് വെള്ളം കൊടുക്കാനൊക്കെ നല്ല കാലിത്തീറ്റയൊക്കെ കലക്കിയ ചെമ്പിൽ ഇങ്ങനെ കൈയിട്ടിട്ട് അവരുടെ ദുർബലമായ കൈ കൊണ്ട് അത് ഇളക്കാൻ ശ്രമിക്കുമ്പോ അത് ഇളക്കാതെ കൈ വേദനിച്ച് കാലിക്കൊടുത്തൽ കരഞ്ഞ് അവിടെ ഇരുന്ന കഥ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞോളൂ. ആ നല്ല കഥയായി, ഭർത്താവിനോട് കല്യാണം വർത്താനം പറഞ്ഞാല് അതോടുകൂടി എല്ലാം തീരും. അങ്ങനത്തെ ഒരു കാലം അന്നുണ്ടായിരുന്നോ? നിങ്ങൾ പറയുക, ആ എണ്ണക്ക് വെള്ളം കൊടുത്തില്ലല്ലോ, ചെമ്പട്ടി അവിടെ ഉണ്ട്, വെള്ളം അവിടെ ഉണ്ട്, സാധനം കത്തി കൊടുത്തോണ്ടോ? ആ കൊടുക്കും. കാരണം അതൊരു മാറ്റാണ്. പക്ഷേ ഈ മാറ്റത്തിലും അന്നത്തെ കാലത്ത് ഏറ്റവുമേറെ അതിന്റെ പേരിൽ കഷ്ടപ്പെട്ടവർ സ്ത്രീകളാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും, ഈ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളും ഏറ്റവുമേറെ അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയാണ്, സ്ത്രീകൾ തന്നെയാണ്. കാരണം കല്യാണം വേണ്ട, 25 വയസ്സായി 30 വയസ്സായി കല്യാണം വേണ്ട, എനിക്കിന്റെ സ്വാതന്ത്ര്യം വേണം, എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി കിട്ടണം, എന്നിട്ട് എനിക്ക് ഞാൻ സ്വന്തം 2 കാലത്ത് നിൽക്കണം, എന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് മധുര 17, 18, 27, 35 കഴിഞ്ഞ് ഒരു മധുര 40 കല്യാണത്തിന് സമ്മതിക്കാതെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്താ കാരണം പറയുന്നല്ലോ? എനിക്ക് ഇന്റേതായ വ്യക്തിത്വമുണ്ട്, എന്റെ സ്വാതന്ത്ര്യമുണ്ട്, എന്റെ 2 കാലം നിലനിൽക്കാനാവണം, എന്നിട്ട് ഞാൻ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചോളാം. എന്താ പറ്റുക? നിങ്ങള് കുറച്ച് കഴിയുമ്പോ ഇപ്പോഴുള്ള ഈ ആരോഗ്യവും ഈ മനസ്സും ഉണ്ടല്ലോ, ഇത് തളർന്നു പോകും. ഒരു 50കളിൽ എത്തുമ്പോഴേക്കും അവിടെ ഒരാളുടെ തുണയില്ലാതെ താങ്ങില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അതീവ ദുഃഖകരമായ ഒരു കാലഘട്ടം ജീവിതത്തിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ കാത്തിരിപ്പിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ, ആണും പെണ്ണും ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത സംവിധാനമാണ് വിവാഹം. അതൊരു തമാശയല്ല. ഇപ്പത്തെ കുട്ടികൾക്ക് വിവാഹം ഒരു തമാശയാണ്. അത് നിങ്ങൾ ഒഴിവാക്കാം. അങ്ങനെ ചില ആൾക്കാർ പറയുന്നത് വിവാഹത്തിന് ഇസ്ലാം വിവാഹത്തിന് കൊടുത്തിരിക്കുന്ന നിർവചനം തരങ്ങള് മീസാക്കൻ വലീമൻ. മീസാക്കൻ വലീമൻ എന്താ പറയുക? അഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു കരാറാണ്. തികച്ചും അന്യരായ ഒരാണും ഒരു പെണ്ണും, ആ ആണിനെയും പെണ്ണിനെയും ഒരു കരാറിന്റെ പേരിൽ അവരെ ഒന്നാക്കി എടുക്കുക. പിന്നെ അവർ അന്യരല്ല, പിന്നെ അവർ ഒന്നാണ്. ഭാര്യ ഭർത്താവ് കൂടുമ്പോ 1 1 2 അല്ല. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ 1 1 കൂടുമ്പോ ഇമ്മിണി വലിയ ഒന്നാവുമല്ലോ, അങ്ങനത്തെ ഒന്നാവുക. 2 മനുഷ്യന്മാർ കൂടിയിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്തകൾ കൊണ്ടും സ്വപ്നം കൊണ്ടും ജീവിതത്തിന്റെ ലക്ഷ്യത്തിലും അവർ ഒന്നായിത്തീരുക. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുക, അപരം ഇയാൾക്ക് വേണ്ടി ജീവിക്കുക. അങ്ങനെ ഒന്നായിത്തീരുന്ന ഒരു ബന്ധം, അതാണ് വിവാഹം. അതിനെ അല്ലാഹു തആല നിർവചിച്ചത് മീസാക്കൻ വലീമൻ. ഒന്നാമതായിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ മഹാഭൂരിപക്ഷവും കല്യാണം കഴിഞ്ഞവർ തന്നെയാണ്, കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്, മക്കളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വളരെ ചെറുപ്പം മുതലേ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പാഠമാണ് വിവാഹത്തിന്റെ മഹത്വവും ആ
വിവാഹത്തിന്റെ ആവശ്യകത അതിങ്ങനെ മറച്ചു വെക്കണം. പണ്ടൊക്കെ വലിയ പ്രായമായ മക്കളോട് പോലും വിവാഹം എന്ന് പറയുമ്പോ നാണം കൊണ്ട് തള്ളവിരൽ കൊണ്ട് നിലത്ത് ചിത്രം വരക്കുന്ന കാലമൊക്കെ പോയി. ഇപ്പൊ കാലം മാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാവുകയും പ്രൈമറി ക്ലാസ്സുകളിൽ വരെ കുട്ടികൾക്ക് ഇത്തരം വിദ്യാഭ്യാസങ്ങൾ കൊടുക്കണമെന്നൊക്കെ അവകാശപ്പെടുന്ന കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മളുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ നമ്മൾ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട ഒരു വിവരമാണ് എന്താണ് വിവാഹം. ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ കിടക്കുന്നതോ ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ജീവിക്കുന്നതോ അതിനല്ല വിവാഹം എന്ന് പറയുന്നത്. വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നമുക്ക് നിശ്ചയിച്ച അതിപ്രധാനമായ ജീവിതത്തിലെ ഒരു സംവിധാനം. അത് ആ പടച്ച റബ്ബ് നിശ്ചയിച്ചതുപോലെ തന്നെ പരിപാലനമായി നടക്കേണ്ട ഒരു സംവിധാനം. 4 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ശക്തിയാണ്. ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും നല്ല മനുഷ്യന്മാരാണല്ലോ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ ശക്തിയായി എടുത്തു പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്ന് വിവാഹമാണ്. ലോകത്തിലെ ഏറ്റവും അത്ഭുതകരമായ അല്ലെങ്കിൽ മഹത്വമായ കർമ്മങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള ആ പ്രവാചകന്മാരുടെ ശക്തിയായി എടുത്തു പറഞ്ഞതാണ് വിവാഹം എന്നുള്ളത്. എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്മാരിൽ വിരലിൽ എണ്ണാവുന്ന ചില ആളുകളെ മാറ്റിവെച്ചാൽ എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിച്ചവരാണ്, കുടുംബമുള്ളവരാണ്, മക്കളുള്ളവരാണ്. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന ഏർപ്പാടിനെ അതിന്റെ മഹത്വത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, എന്തിനാണ് വിവാഹം കഴിക്കുവാൻ വേണ്ടി സൃഷ്ടാവ് നമ്മളോട് കൽപ്പിച്ചത്? നമ്മുടെ മകളെ നമ്മൾ ഒരുത്തരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അവർക്ക് തിന്നാൻ കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ ഗതിയില്ലാഞ്ഞിട്ടല്ലോ. ആണോ? അല്ല. അവർക്ക് കിടക്കാൻ ഒരു ബെഡ് വിരിച്ചു കൊടുക്കാൻ നമ്മുടെ വീട്ടിൽ ഇടമില്ലാഞ്ഞിട്ടാണോ? അല്ലല്ലോ. പിന്നെ എന്താ? അത് നമ്മുടെ സൃഷ്ടാവ് നമ്മളോട് പറഞ്ഞതാ. പ്രായപൂർത്തിയായാൽ സ്വന്തം ജീവിക്കുവാനുള്ള ശാരീരികമായ മാനസികമായ ശേഷി എത്തിയാൽ ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. അത് അല്ലാഹുവിന്റെ തീർപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതൊരു പുരുഷനും ഒരു പെണ്ണിനെ പോറ്റുവാനുള്ള കഴിവുണ്ടായി കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിച്ചിരിക്കണം. ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിന്റെ ഇണയായി സ്വീകരിച്ച് ഒരു കുടുംബത്തിന്റെ സംവിധാനത്തിലേക്ക് അവൻ മാറിയിരിക്കണം. അത് പ്രപഞ്ച സൃഷ്ടാവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഉത്തരമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ റൂമിലൂടെ അല്ലാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ. ഒന്നാമത് അല്ലാഹു പറഞ്ഞത് അതിന്റെ രസമല്ല. വമിൻ ആയാതിഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒന്നിലേറെ ദൃഷ്ടാന്തങ്ങൾ അങ്ങനെ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു പറയണേ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഒന്ന്, നിങ്ങളെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് ഒരു വലിയ സമൂഹമാക്കി മാറ്റി എന്നത് അല്ലാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അല്ലെ? എനിക്ക് എത്ര വയസ്സായി? ആ വയസ്സിന്റെ ഒരു 10 ദിവസം മുമ്പ് ഞാൻ എവിടെയായിരുന്നു ചോദിച്ചാൽ ഞാനില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കും എത്ര വയസ്സായി? 25. 25 വയസ്സായി. 26 കൊല്ലം മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? 25 വയസ്സുള്ള ആളോട് എനിക്ക് ചോദിക്കാം, 26 കൊല്ലം മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? അയാൾക്കറിയാം, അയാളുടെ മാക്കറിയോ, അയാളുടെ അപ്പക്കറിയോ, ആർക്കേലും അറിയോ? ഇല്ലല്ലോ. ആർക്കും അറിയാത്ത ശൂന്യതയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച് വളർത്തി ഒരു സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റിയതാവും. അത് വലിയ ദൃഷ്ടാന്തല്ലേ? ഒറ്റക്ക് വന്നതാണ്. ആരുമില്ലാതെ ഒറ്റക്ക് വന്നപ്പോ നമ്മളെ സ്വീകരിക്കാൻ നമ്മുടെ അമ്മ അവിടെ കിടക്കുന്നുണ്ട്, നമ്മുടെ ബാപ്പ തൂക്കാത്രയിൽ ആശുപത്രിയുടെ വരാന്തിയിലുണ്ട്, നമ്മുടെ എളാപ്പ അവിടെ വണ്ടിയായി വന്നിട്ട് നമ്മൾ ജനിച്ചു നടങ്ങി, നമ്മുടെ അമ്മായി മക്കളും അവിടെ വണ്ടി കയറി വരുന്നുണ്ട്. നമ്മളിവരാരും കണ്ടിട്ടില്ല. നമ്മളങ്ങനെ ചോരക്കുഞ്ഞായിട്ട് ജനിച്ചു വീണപ്പോ നമ്മളെ സ്വീകരിക്കാനും നമ്മളെ കൈകാര്യം ചെയ്യാനും അല്ലാഹു എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചില്ലേ? അത് അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ അല്ലാഹു പറഞ്ഞ കാര്യം പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. അല്ലാഹു നിങ്ങളെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തത്
ഒരു ഇണയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അള്ളാഹു കൊണ്ടുവന്ന് തരുന്നു എന്നതും അള്ളാഹുവിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമാണ്. എങ്ങനെ ഒറ്റക്ക് രണ്ട് കാലമേ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ഇണയെ നമ്മുടെ ജീവിതത്തിലേക്ക് നിശ്ചയിച്ചു തന്നു എന്നുള്ളതും അള്ളാഹു നിങ്ങൾക്ക് തന്ന ഒരു വലിയ ദൃഷ്ടാന്തമാണ്. അപ്പോ വിവാഹത്തെ ലഘുവായിട്ടോ അതിനെ ചെറുതായിട്ടോ കാണാതെ, ദൃഷ്ടാന്തം നിങ്ങൾക്കറിയാം, സൂര്യൻ അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്, ചന്ദ്രൻ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ആഴക്കടലുകൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, മഹാസമുദ്രങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്. ഇന്നലെ വരെ റോഡിന്റെ പക്കത്ത് നിന്ന് കാണുമ്പോ എന്താ വർത്താനം, സുഖല്ലേ, പോകല്ലേ, എന്നാ ഞാൻ പോകല് എന്ന് പറഞ്ഞ് 2-3 വാക്കുകളിൽ മാത്രം സംസാരിച്ച് പിരിയാൻ സാധിച്ചിരുന്ന രണ്ട് വ്യക്തികൾ വിവാഹത്തിലൂടെ ഒന്നായി കഴിഞ്ഞാൽ ഒരു രാവ് പുലരുവോളം സംസാരിച്ചാലും തീരാത്ത അത്രയും വലിയ ആഴത്തിലേക്ക് അവരെത്തുക എന്നുള്ളത് അത് ചെറിയ മാറ്റമല്ല. പണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞേ, ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. പണ്ട് ഒരു ഉമ്മ പറഞ്ഞ ഉദാഹരണം ഉണ്ട്. അതായത് വീട്ടില് ഒരു ചെറിയ ജോലി പോലും ചെയ്യാത്ത മകളാണ്, ഒരു പണിയില്ല, ഓടുന്നത് വരും, ഒന്നുകാട് പുസ്തകം ഇട്ടുകാണ്ട് അത് പോയി കിടക്കാൻ, നേരത്തിന് ഭക്ഷണം കഴിക്കാൻ വരിക, ഒരു ചൂടെടുത്ത് വീശാൻ പോലും റെഡിയല്ലാന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു മോള്. അമ്മ പറയും പേടിയായി, ഒരു പെണ്ണിക്ക് കല്യാണം കഴിച്ച് അയച്ചുകൊടുത്താല് എങ്ങനെയാ നമ്മളൊക്കെ ജീവിക്കാതെ പേടിയായി. ഇത് ഉമ്മ ഉദാഹരണം കൂടി പറഞ്ഞേ. കല്യാണത്തിന്റെ തലേന്ന് തിരക്കിലായപ്പോ വീടിന്റെ ഉമ്മപ്പണിക്ക് ഒരു കോഴി എന്തോ കാറ്റിട്ട് പോയപ്പോ ഒപ്പം ചീത്ത അമ്പലപ്പണി നോക്കിയ കോഴി. അപ്പൊ ഉമ്മ അടുക്കളയിലാണ്. ഉമ്മ മോളോട് പറഞ്ഞത്, അപ്പ ഒമ്പലപ്പണി കോഴി കാത്തിച്ചോ, അത് തോത്തിട്ട ഞാൻ തോത്തൂല, മലയാളി തെറ്റാണ് എന്ന് പറഞ്ഞ മോള്. ഇതാ ഉമ്മ പറയണേ, അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് കല്യാണം കഴിഞ്ഞ് ആ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് പോക്കുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്താണ് അടുക്കള കാണാമോ, അതൊക്കെ പേരുണ്ടോ, എന്തായാലും കാണാൻ വേണ്ടി. അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞല്ലോ നമുക്ക് നേരത്തെ പോവുക, കാരണം നമുക്ക് വേണ്ടി ഒരു ഒരുങ്ങി അതൊക്കെ വലിയ പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇറങ്ങിപ്പോരാ, മോളെ അവസ്ഥ അറിയാൻ വേണ്ടി പോകാറുണ്ട്. അപ്പൊ നേരത്തെ സുബൈസ്കരിച്ചാണ് പെരിയിൽ ഇറങ്ങിയ രാവിലെ തന്നെ ചെന്നപ്പെട്ടല്ലോ. ആ വീടിന്റെ മുറ്റത്തെ ഡ്രസ്സൊക്കെ കലക്കിട്ട് മോളുണ്ട് ഡ്രസ് ഇങ്ങനെ അയലും അങ്ങനെ അലക്കിയിട്ട് കഴിച്ചു കണ്ട് ഉമ്മ തരിച്ചു നിന്നാണ്. കാരണം കട്ടിൽമ നിന്ന് നീക്കണമെങ്കിൽ കമ്പിട്ട് നിർത്തിയാൽ പോലും നീരാത്ത മകള് രാവിലെ അകപ്പാട് അരക്കി കുളിച്ച് ഉമ്മ അത്ഭുതം പറഞ്ഞു. അപ്പോ മകനൊരു അത്ഭുതം, ഈ പരീക്ഷയെത്തിയപ്പോൾ എന്തൊരു മാറ്റം മോള് മാറിയത്. പക്ഷെ അന്വേഷിച്ചപ്പോൾ സംഗതി മനസ്സിലായത് ഈ ഭർത്താവിന് രാത്രി എന്തോ വയറ്റുന്നുണ്ടായി. നടക്കുന്നോട്ടും ഇരിക്കുന്നോട്ടും ബെഡിലും കാർപ്പറ്റിലും ആ ബാത്റൂമും ഒക്കെ പാടെ. ആ സമയം മുതൽ ഈ മോള് അരക്കാൻ തുടങ്ങി. ഓരോ കാലത്ത് പുറത്തു പറയാൻ പറ്റില്ലല്ലോ, ഓളെ ഇറക്കി അപ്പൊ അമ്മ പറഞ്ഞേ താഴെ പഠിച്ചോൻ ഈ കല്യാണത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തെ ഒരു ആയത്ത് നമ്മ പറഞ്ഞ അമ്മാന്റെ വിശദീകരണമാണ്. തലേന്ന് വീടിന്റെ ഉമ്മറപ്പടിയില് കോഴി കാണിച്ചത് കോഴി ഇടാൻ പറഞ്ഞിട്ട് ഇന്നെക്കൊണ്ടാവൂലെന്ന് പറഞ്ഞ് ഓടിപ്പോയ മോള് ജീവിതത്തിൽ ഇതുവരെ ഒരു മണിക്കൂർ പോലും ഒപ്പം കണ്ടിട്ടില്ലാത്ത ഒരുത്തൻ അവന്റെ വയറ്റിൽ പോയത് മുഴുവനും വൃത്തിയാക്കി ശുദ്ധിയാക്കി കുളിപ്പിച്ച് അവളങ്ങനെ തിളങ്ങി നിൽക്കുക ഒരു ഭാര്യയായിട്ട്. അതാണ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം. വല്ലാത്തൊരു ദൃഷ്ടാന്തമേ, ചെറുതല്ല. രണ്ട് മനുഷ്യന്മാരെ ഒന്നാക്കി തീർക്കുക എന്നത്, രണ്ട് മനസ്സുകളെ ഒന്നാക്കുക എന്നത് അതൊരു വലിയ സംഗതിയാണ്. എന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറഞ്ഞോടെ, അദ്ദേഹത്തിന്റെ നാട്ടിൽ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് 2 മാസത്തിന്റെ ഇടയ്ക്ക് ഈ വരൻ ഒരു അപകടത്തിൽ മരിച്ചു. നിക്കാഹ് കഴിഞ്ഞ് പെട്ടെന്ന് കുട്ടിക്കൊണ്ടിരിക്കുക. നിക്കാഹ് കഴിഞ്ഞ് അവരെ 1-2 ദിവസം എവിടെയൊക്കെ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. പിന്നെ ഈ കല്യാണമൊക്കെ പിന്നെ ആവാന്ന് പറഞ്ഞതാ. അങ്ങനെ പെട്ടെന്ന് ഗൾഫിലേക്ക് ജോലിക്ക് പോയ ഇയാള് 2 മാസത്തിന്റെ ഉള്ളിൽ മരിച്ചു. മനുഷ്യ മയ്യത്തൊക്കെ കർമ്മം ചെയ്തെല്ലാം കഴിഞ്ഞ്, പക്ഷെ ഈ പെൺകുട്ടിക്ക് ഇത്തരം സമയമൊക്കെ കഴിഞ്ഞ് വീട്ടുകാർ ഈ പെൺകുട്ടിക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങി. കുറേ കല്യാണങ്ങൾ ആലോചിച്ചു. പക്ഷേ ആ കല്യാണങ്ങളൊന്നും ഈ പെൺകുട്ടി സമ്മതിക്കുന്നില്ല. പല രൂപത്തിലും ഈ ഭർത്താവിന്റെ വീട്ടുകാർ വരെ ഈ പെൺകുട്ടിയോടൊന്ന് പറഞ്ഞത്രേ, ഇങ്ങനെ എന്തിനാണ് ജീവിതം കളയേണ്ടതോ, അള്ളാന്റെ വിധിയല്ലേ, അള്ള വിളിച്ചാൽ ഓരോരുത്തർ പോകണം, ഞങ്ങളുടെ മകൻ പോയി, അതുകൊണ്ട് മോളിങ്ങനെ നിൽക്കേണ്ട, കല്യാണം സമ്മതിച്ചോ? പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല. അവസാനം ഈ നാട്ടിലെ കത്തീവിനോട് ഈ പെൺകുട്ടിയുടെ ബാപ്പ സങ്കടം പറഞ്ഞേ, ആരും പറഞ്ഞ ഉസ്താദ് അവൾ കേൾക്കുന്നില്ല, നിങ്ങളൊന്ന് സംസാരിക്കോ. അപ്പോ ഈ
ഈ പെൺകുട്ടിയുടെ സത്യത്തിൽ വിളിച്ചിങ്ങനെ സംസാരിച്ച് എല്ലാം കേട്ട് മൂടി മൂടി കേട്ടിട്ട് അവസാനം ആ പെൺകുട്ടി വെച്ചൊരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയാം? ഉസ്താദേ, എനിക്ക് കല്യാണം കഴിക്കാൻ ആവശ്യം എനിക്കറിയാം, ഞാൻ കല്യാണം കഴിക്കാതെ വീട്ടിലിരുന്നാല് എന്റെ പാപ്പാപ്പന്മാർക്കും അത് ഉണ്ടാക്കുന്ന വിഷമം എനിക്കറിയാം, മാത്രമല്ല കല്യാണം കഴിക്കാതെ ലോകത്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കുള്ള ഉറപ്പ് തരുമോ? ഒന്ന് ഞാൻ കല്യാണം കഴിച്ചോളാം. എന്താ ഉറപ്പ് തരുമോ? ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ ഇപ്പൊ ഈ മരിച്ചുപോയ ഇക്കണ്ടല്ലോ, ആ ഇക്കാനെ തന്നെ എന്റെ ഭർത്താവായിട്ട് കിട്ടും. നിങ്ങൾ ഉറപ്പ് തരുമോ? വേറെ ഒരാളെ എന്റെ ഭർത്താവാകാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാത്തത്. കേവലം മണിക്കൂറുകൾ തമ്മിലുള്ള ബന്ധം മാത്രം അവർ തമ്മിലുള്ളത്. ആ മണിക്കൂറുകളുടെ ബന്ധങ്ങൾ കൊണ്ട് മരിക്കാത്ത ബന്ധത്തിലേക്ക് ആ മനസ്സുകളെ എത്തിക്കുന്ന ആ സംവിധാനം ഉണ്ടല്ലോ, അതാണ് പറഞ്ഞത്. ഈ കുട്ടികളൊക്കെ, കല്യാണം കഴിക്കാത്ത കുട്ടികളൊക്കെ മനസ്സിലാക്കണം. ഒരുത്തന്റെ മടിയിൽ കിടന്നുകൊണ്ടോ അവന്റെ തോളിൽ കൈയിട്ടോ കൊണ്ടോ അല്ലെങ്കിൽ കൂടെ നടന്നത് കൊണ്ടോ ലഭിക്കുന്ന ഒരു ബന്ധത്തെ കുറിച്ചല്ല ഇസ്ലാം വിവാഹം എന്ന് പറഞ്ഞത്. വിവാഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളെ ഒന്നാക്കി തീർക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരിക്കലും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിന്തിക്കരുത്. പ്രണയത്തിന്റെ വല്ലാത്ത കാറ്റടിക്കുന്ന ഒരു കാലം, ആ പ്രണയത്തിന്റെ വല്ലാത്ത കാലത്ത് രൂപപ്പെട്ട സംഗീതങ്ങൾ ഏറ്റവും വലിയ ബന്ധം എന്നത് പ്രണയബന്ധമാണ്. അത് വിവാഹബന്ധത്തിന്റെ അപ്പുറം. എത്രത്തോളം പ്രണയിച്ച കാമുകി കാമുകന്മാര് അവര് പിരിയുന്നില്ല, അവര് പിരിക്കാൻ നല്ല പ്രയാസമായി. അവസാനം രക്ഷിതാക്കളൊക്കെ രണ്ട് ഭാഗത്തെ രക്ഷിതാക്കളും ഇടപെട്ട് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ അവര് പിരിയാൻ സമ്മതിച്ച്. അങ്ങനെ പിരിയാൻ സമ്മതിച്ച് അവർ ഈ പെൺകുട്ടി വേറെ കല്യാണം കഴിച്ചു, അയാൾ വേറെ കല്യാണം കഴിച്ചു. അതങ്ങനെ പോകണം. പിന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റൊരു പെൺകുട്ടി ഇങ്ങനെ പ്രണയത്തിന്റെ കുരുക്കിൽപ്പെട്ടപ്പോ ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോ ആ കുട്ടി എന്നോട് പറഞ്ഞത്, ഉസ്താദേ, പ്രണയിക്കുന്നവരെ പിരിക്കാൻ ശ്രമിക്കണ്ട, അത് നടക്കൂല. ഇനി നിങ്ങളോട് പിരിഞ്ഞെന്ന് പറഞ്ഞാലും അവർക്ക് പിരിയാൻ പറ്റൂല. എന്നിട്ട് പറഞ്ഞ കാരണങ്ങൾ എന്നിട്ട് പെൺകുട്ടി തന്റെ കുടുംബത്തിലെ അനുഭവങ്ങൾ നിന്നോട് പറയണേ, ഉസ്താദേ, ഇപ്പോഴും അവൾക്ക് വേറെ ഭർത്താവുണ്ടെങ്കിലും അവൾ അവളുടെ പൂർവ്വകാമുകനുമായി ഇപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്കറിയാം, എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രണയത്തെ പിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാലും അത് നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും അത് പിരിയാൻ കഴിയില്ല എന്ന ഒരു ചിന്തയിലേക്ക്, പ്രണയമാണ് സർവസ്വം എന്ന ചിന്തയിലേക്ക് ഒരു തലമുറ എത്തുകയാണ്. അവിടെ പടച്ചോനില്ല, ദീനില്ല, നിയമങ്ങളില്ല, ശരീഅത്തില്ല, അതിനൊന്നും ഒരു വിലയുമില്ലാത്ത ഒരു ചിന്തയിലേക്ക്. അവിടെയാണ് നമ്മൾ മക്കൾക്കും പുതിയ തലമുറക്കും പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് രണ്ട് മനുഷ്യന്മാര് എങ്ങനെയെങ്കിലും കൂടി ജീവിച്ചതുകൊണ്ട് നടക്കുന്ന ഒരു സംഗതിയല്ല. ഇത് പടച്ച റബ്ബിൽ നിന്ന് കിട്ടേണ്ട ഒരു ഔദാര്യമാണ്. അല്ലാഹു പറയുന്നത് ഇങ്ങനെ അല്ലാഹു നിശ്ചയിച്ചതുപോലെ രണ്ടാളുകൾ ഒന്നാകുമ്പോൾ അല്ലാഹു നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കും മവദ്ദത്ത്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നർത്ഥം. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നർത്ഥം. എന്താ സ്നേഹം കാരുണ്യം? സ്നേഹം എന്ന് പറഞ്ഞാൽ അത് പരസ്പരം ശരീരം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രണയമാണ്. അത് ചിലപ്പോൾ പല കാരണങ്ങളാൽ ഇല്ലാതാവാം, പക്ഷേ അതിനപ്പുറത്തേക്ക് നീണ്ടുപോകുന്ന ഒന്നാണ് റഹ്മത്ത്, കാരുണ്യം. വയസ്സാകുന്തോറും പ്രായം കൂടുന്തോറും ആ കാരുണ്യം അങ്ങനെ കൂടി വരും. ഒറ്റ വയസ്സാകുമ്പോ ശാരീരികമായിട്ട് ഒന്നും പറ്റില്ലെങ്കിലും ഈ കാരുണ്യം ഉണ്ടല്ലോ, അത് മനസ്സിലിങ്ങനെ വളർന്നു വലുതായി വരും. അപ്പോ രണ്ടാമത്തേതല്ലത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വിവാഹം എന്നത് പടച്ച തമ്പുരാൻ നിശ്ചയിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സംവിധാനമാണ്. അത് തകർത്തെറിയാൻ ശ്രമിക്കരുത്. ഭൗതികമായ ഒരു ഘടകത്തിനും ആ വിവാഹത്തിന്റെ യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റില്ല. പ്രണയ വിവാഹങ്ങളുടെ സവിശേഷത നിങ്ങൾ വെറുതെ നെറ്റിലൊക്കെ പരിശോധിച്ചാൽ മതി. പ്രണയ വിവാഹങ്ങളുടെ സവിശേഷതകൾ, പ്രണയ വിവാഹങ്ങളിൽ 70% അത് പിരിയണ, പെട്ടെന്ന് പിരിഞ്ഞു പോകും. നല്ല സ്നേഹത്തോടെ സമൂഹത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടേക്കാൻ കല്യാണം നടത്തിയത്. പാപ്പാനിമാരെയൊക്കെ വെല്ലുവിളിച്ച് നിങ്ങൾ തലയെ പറ്റി തന്നോളി, ഞാൻ ഓളെ കെട്ടുള്ളൂ, ഞാൻ ഓളെ പോവുള്ളൂ
എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചവരൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ കാണാം ആ വിവാഹ ബന്ധത്തിൽ ഇങ്ങനെ വിള്ളലുണ്ടാവുക. അതിന് പല കാരണമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പടച്ച തമ്പുരാൻ നിശ്ചയിച്ചത് എന്താണോ അതാണ് ഏറ്റവും ഹൈറായത്. അല്ലാത്തതിൽ എന്തൊക്കെ നന്മയുണ്ട് എന്ന് തോന്നിയാലും അതൊക്കെ നൈമിഷികം മാത്രമാണ്. സ്ഥായിയായ നന്മ പടച്ച റബ്ബിന്റെ നിശ്ചയത്തിലാണ്. അതുകൊണ്ട് വിവാഹം എന്ന അള്ളാഹുവിന്റെ തീരുമാനത്തെ, അള്ളാഹുവിന്റെ നിശ്ചയത്തെ അതേ ഗൗരവത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനെ എതിരെ വരുന്ന എല്ലാ ലിബറൽ ചിന്താഗതികളും, എല്ലാ സ്വതന്ത്ര ചിന്താഗതികളും, എല്ലാ ആധുനിക ചിന്താഗതികളും അപകടമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മളൊക്കെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ലിബറൽ ചിന്താഗതികളല്ലോ, ഞാന് ഇന്റെ ഇഷ്ടം, ഇന്റെ ശരീരം, ഇന്റെ ഇഷ്ടം പോലെ ജീവിക്കുമെന്ന് പറയുന്ന ഞാനുണ്ടല്ലോ, ഈ ആശയം ഒരു 19 കൊല്ലം മുമ്പ് നടപ്പാക്കിയിട്ടുണ്ട് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ. ഇന്ന് അവർ തിരിച്ചു വന്ന് എന്തായാലും ആ ആശയം കൊണ്ടുള്ള ജീവിതത്തിന് കുറച്ചു കാലം നല്ല ചൊട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞാലേ ആളുണ്ടാവില്ല, താങ്ങാൻ ആളുണ്ടാവില്ല. ബാപ്പ ആരാണെന്ന് അറിയാത്ത മക്കളും, മക്കൾ ആരുടേതാണെന്ന് അറിയാത്ത മാതാപിതാക്കളും, അവസാനം സംരക്ഷിക്കാൻ ആളില്ലാതെ വലിച്ചെറിയപ്പെടുന്ന വാർദ്ധക്യത്തിന്റെ സംഘടനകളും ഇതേണ്ടാവുള്ളൂ. നേരെ ഒരു വിവാഹത്തിലൂടെ ഒരു കുടുംബമായി കുടുംബ ബന്ധത്തിന്റെ മനോഹാരിത കാത്തു സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ വയസ്സാകുമ്പോഴും സംരക്ഷിക്കാൻ ആളുണ്ടാവും, കൂടെ ആളുണ്ടാവും. നമ്മൾ എപ്പോഴും ഒറ്റപ്പെട്ടു പോവുകയില്ല. വാർദ്ധക്യം എന്നതേ മനുഷ്യന് കൊടുക്കുന്ന പാഠം ചെറുതൊന്നല്ല. എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. ഇപ്പോ നല്ല നിറവും നല്ല രക്തത്തുടിപ്പും ഒക്കെ ഉള്ള കാലത്ത് നമ്മളെ നോക്കാനും നമ്മൾ വിളിച്ചാൽ വരാനും ഒരു വീണാല് കൈപിടിക്കാനും ഒക്കെ തിരക്കാണ്. എന്നാല് ഈ തൊലിയൊക്കെ ചുക്കി ചുരുങ്ങി 19 വയസ്സായി റോഡിന്റെ പക്കത്ത് വീണ് നടക്കുമ്പോൾ അവിടെ തള്ള വീണെടുക്കുന്നുണ്ട് എന്ന് പറയാനല്ലാതെ ഒന്ന് കൈപിടിക്കാൻ പോലും ആളെ കിട്ടൂല. അവിടെ മക്കളുണ്ടാവണം താങ്ങാവാൻ, അവിടെ കുടുംബം ഉണ്ടാവണം താങ്ങാവാൻ, അവിടെ ബന്ധുക്കൾ ഉണ്ടാവണം താങ്ങാവാൻ. അതിന് കുടുംബ സംവിധാനം മനോഹരമായി നിലനിൽക്കണം. ഈ 2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയത്തിന്റെ തലക്കെട്ടിനെ കുറിച്ച് സംസാരിക്കാം. വിവാഹം നമ്മൾ മനസ്സിലാക്കിയത്, ഒന്ന്, വിവാഹം എന്ന് പറയുന്നത് എത്രമേൽ മഹത്വമുള്ള ഒരു കർമ്മമാണ്. രണ്ടാമത്തേത്, വിവാഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമേൽ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. മനുഷ്യന്റെ സമാധാനവും ശാന്തിയും സ്നേഹവും നിലനിൽക്കാൻ അത് എത്രമാത്രം വേണമെന്നാണ് ഞാൻ ഈ 2 കാര്യങ്ങളായി സൂചിപ്പിച്ചത്. മൂന്നാമത് പറയാനുള്ളത്, ജീവിതത്തിലെ ഇത്രയും മനോഹരമായ ഒരു വിവാഹത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കേണ്ടത്? അപ്പൊ ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് കണ്ടേ. സാധാരണ 2 സമയത്താണ് മൈലാഞ്ചിയെ കുറിച്ച് ചിന്തിക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ ചിന്ത കേട്ടോ, വലിയ ഗൗരവമുള്ള ചിന്ത എന്നല്ല, ഞങ്ങളുടെ വിഷയത്തിലേക്ക് കിടക്കാൻ വേണ്ടി പറയാം. 2 സമയത്താണ് മൈലാഞ്ചിയെ കുറിച്ച് ചിന്തിക്കല്. ഒന്ന്, കല്യാണത്തിന് അന്ന് എല്ലാവർക്കും മൈലാഞ്ചി വേണം. രണ്ടാമത്തേത്, മരിച്ചു കഴിയുമ്പോ കബറിന്റെ മേലെ കുത്താന് നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരൊക്കെ എത്ര പള്ളികളിലും മൈലാഞ്ചി കൊമ്പുകളെ തെളിയാറുള്ളത് അല്ലെ, മൈലാഞ്ചിക്കാട് എന്ന് പറയാം. പള്ളിപ്പറമ്പിലെ മൈലാഞ്ചിക്കാട്ടിനുള്ളിൽ ഉറങ്ങുന്നവരെന്നാണ് മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച് സാധാരണ പറയാറ്. അതില് ഈ വാചകം പറഞ്ഞ വ്യക്തി പറയുന്നത് രണ്ടും ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കം. വിവാഹം എന്ന് പറയുന്നത് താൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും മാറി ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും അവർ പുതിയ ഒരു ജീവിതമായി, കുടുംബമായി പുതിയ ഒരു ജീവിതം തുടങ്ങുകയാണ് വിവാഹത്തിലൂടെ. മരണം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയല്ലേ. ഈ ലോകത്തിലെ ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്ന് മാറി ബർസഖിയായ ജീവിതത്തിൽ പുതിയ ഒരു ജീവിതത്തിന്റെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുക മരണം. അപ്പോ വിവാഹം എന്ന് പറയുന്നത് ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ട് തന്നെ ആ കർമ്മത്തിനെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു കർമ്മമായിട്ട് നമ്മൾ കാണണം. വിവാഹത്തിന്റെ സദസ്സിൽ വിവാഹം കഴിഞ്ഞ വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിക്കുന്ന ഖുർആനിക ആ പ്രാർത്ഥനയില്ലേ, എന്താണ് പ്രാർത്ഥന? ബാറക്കല്ലാഹു ലക്കുമാ. അതിനർത്ഥം അല്ലാഹു നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ ബർക്കത്ത്, അല്ലാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് രണ്ടുപേർക്കും എമ്പാടും ലഭിക്കട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ ആകത്തുക. എന്തിനാണ്? ഇനി
ഒരു ജീവിതം തുടങ്ങാൻ പോവാ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും എന്തൊക്കെയോ കാത്തിരിക്കുന്ന ഒരു വഴിയാണ്. ബാപ്പിമ്മി കുട്ടി ഒരു ബൈക്കിങ്ങനെ യാത്ര ചെയ്ത് വന്നിട്ട് കുട്ടികളെ കൈവച്ച് കണ്ടാണ് ബാപ്പിമ്മി വരുന്നത്. അങ്ങനെ വന്നിട്ട് ഒരു സ്ഥലത്തെത്തിയിട്ട് ബാപ്പ മകനോട് പറയണേ, മനെ ഇനി ബാപ്പിമ്മി ഇല്ലട്ടോ, എന്റെ മകൻ ഈ റോഡിൽ കൂടെ നേരെ പോയിക്കട്ടോ, അപകടമൊന്നും ഇല്ലാതെ ശ്രദ്ധിച്ച് പോണം കേട്ടോ എന്ന് പറഞ്ഞ് ഒരു വഴിക്ക് തന്റെ മകനെ മാതാപിതാക്കൾ പറഞ്ഞേക്കുന്ന അവസ്ഥ മനസ്സിലാലോചിച്ചു. മോളുടെ കയ്യിൽ പിടിച്ചു വന്നിട്ട് ഒരിടത്ത് എത്തിയപ്പോ ബാപ്പി അവിടെ നിന്നിട്ട് പറയണേ, മോളെ ഇനി ഞങ്ങളില്ലട്ടോ, മല കുട്ടി ഈ വഴിക്ക് പോണട്ടോ, ശ്രദ്ധിച്ചു പോണം കേട്ടോ എന്ന് പറഞ്ഞ് ഒരു വഴിക്കാർ മകളെ കണ്ട് പറഞ്ഞേക്കണേ. മനസ്സിലാലോചിച്ചോക്കണേ, ഇത്ര സങ്കടിക്കാതെ മനസ്സ് നിറയെ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയിലല്ലേ നമ്മുടെ മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എന്താ കാരണം അറിയോ? ഇതുവരെ നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് ഇനി മുതൽ അവ ഒറ്റക്കൊരു വഴിയെ സഞ്ചരിക്കുക. ഇന്നലെ വരെ എന്റെ മകളോട് ഒരു കാര്യം ചോദിച്ചാൽ ബാപ്പാനോട് ചോദിക്കട്ടെ എന്ന് മറുപടി പറഞ്ഞിരുന്ന എന്റെ മകള് ഇന്ന് ഞാനൊരു കാര്യം അവളോട് ചോദിച്ചാൽ അവൾ പറയുന്നത് ഞാൻ കാക്കാനോട് ചോദിച്ചോക്കട്ടെ. ആരായി കാക്ക? ഈ 10-22 കൊല്ലം ഞാൻ വളർത്തി എന്റെ രക്തം കൊണ്ട് വിയർപ്പ് കൊണ്ട് അധ്വാനം കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത മകള് മിനിറ്റുകൾ കൊണ്ട് എങ്ങനെയാണ് എന്റെ മകളല്ലാതായി മാറിയത്, കാക്കാനായത്? അത് മാറ്റാം. അതുകൊണ്ട് തന്നെ ആ മാറ്റത്തിന്റെ ഗൗരവം മനസ്സിലാക്കി ആ ഗൗരവത്തോടുകൂടി ആ വിവാഹവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇപ്പൊ MGM ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താനുള്ള കാരണങ്ങൾ നാട്ടിലാകപ്പാടെ വിവാഹത്തിന്റെ പേരിൽ വലിയ കോലകൾ. കുറച്ചു മുമ്പ് നടന്ന ഒരു സംഭവം, ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടിൽ പടക്കം പൊട്ടിച്ചു. അപ്പൊ തൊട്ടടുത്ത വീട്ടില് ഒരു 20 പ്രസവിച്ച് 20 ദിവസം മാത്രമായ കുട്ടിക്ക് ഒരു മാസം കഴിഞ്ഞില്ല. ഈ അയലോകത്ത് ഭയങ്കര പടക്കം പൊട്ടിച്ചവര് ഈ കുട്ടി പെട്ടെന്ന് നെട്ടിച്ചാടി ശ്വാസം കിട്ടാതെ ശരീരത്തെ നീല നിറയില്ല. ഇവർ വേഗം കുട്ടീനെ ആശുപത്രി കൊണ്ടുപോയി. എന്നാലും വലിയ കുഴപ്പമില്ലാതെ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇവര് ഈ അയൽപക്കത്തെ വീട്ടുകാരോട് പറഞ്ഞത്രേ, ചെറിയ കുട്ടികളില്ലാതെ ഇത് വലിയ പ്രശ്നമല്ലേ? അത് കേട്ട ആ പടക്കം പൊടിച്ച ആൾക്കാരെ അന്ന് വന്ന് പിന്നി കുടിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടി ഇപ്പൊ ആശുപത്രിയാണ്. ആശുപത്രിയിൽ മാത്രമല്ല അത്യാസന്ന നിലയിലാണ്. എന്താ കാരണം? ഒരു വിവാഹത്തിലെ കാരണം. ഒരു വിവാഹം ഒരു കുട്ടിയുടെ ജീവിതത്തിന് ഒരു ഇത്ര വലിയ അപകടം വരുത്തുക. ഞാനൊരിക്കൽ ഒരു വിവാഹത്തിൽ പങ്കെടുത്ത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോണ്ട് ആ ഓഡിറ്റോറിയത്തിൽ ആളെല്ലാം വിളിക്കുന്നു. എന്തൊരു കല്യാണം പോലെ നിങ്ങളെ കല്യാണമൊക്കെ ഇസ്ലാമിക വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ഇസ്ലാമികം? ഞാൻ പറഞ്ഞ എന്ത് സംഭവിച്ചു? അപ്പൊ എന്നോട് പറഞ്ഞ സംഭവം ഈ വരന്റെ കൂടെ വന്ന ആളുകള് ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ പടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചു. അത് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാല് ലക്ഷങ്ങളും കോടികളും മുടക്കിയ ഓഡിറ്റോറിയല്ലേ. അപ്പൊ ഇവര് ആളുകളൊക്കെ ഇയാളെ എതിർത്ത് ഓഡിറ്റോറിയത്തിന് ഓണർ പ്രശ്നമാക്കി എല്ലാവരും മുന്നിൽ തള്ളി ഇവരെ പുറത്താക്കി. ഇതിനുള്ളിൽ പറ്റൂല. അല്ല ഇവരെന്ത് ചെയ്തല്ലോ, ഈ ഓഡിറ്റോറിയത്തിന്റെ താഴെ അണ്ടർഗ്രൗണ്ട് ആയിട്ട് കാർ പാർക്കിംഗ് അവിടെ പോയിട്ട് പൊട്ടിച്ചു. ഭയങ്കരമായ പടക്കങ്ങൾ. ഓഡിറ്റോറിയം പറക്കുന്നത് പോലെ കുലുങ്ങി പോയില്ല. ആളുകളൊക്കെ ഭയപ്പെട്ടു. ആകെ പ്രശ്നം എങ്ങോട്ടും ഇങ്ങോട്ടും വരന്റെയും വധുവിന്റെയും ആൾക്കാർ ഒന്നും തടവും പ്രശ്നം ആകെപ്പാട് വിഷയങ്ങളായി. അതായത് വിളിച്ച് പെങ്ങളുടെ പോലെ നിങ്ങൾ ഇസ്ലാമിക കല്യാണം നയിച്ചു അല്ലേ? അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ വിവാഹം എന്ന മനോഹരമായ ഒരു സംഗതിയെ അപമാനിക്കുന്ന ഒട്ടനേകം സംഗതികൾ. എന്തൊക്കെ? കല്യാണത്തിന്റെ തുടക്കം തന്നെ ഒരു പെൺകുട്ടിനെ കാണാൻ പോയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമായിട്ട് ഒരു സാധാരണ പെരയ്ക്ക് സ്നേഹത്തോട് കൂടി ചെല്ലുമ്പോ ഒരു 10 രൂപയുടെ മുട്ടായി വാങ്ങിക്കുന്നത് എളുപ്പമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു മുട്ടായി കൊടുക്കലൊക്കെ അറിയാം. ഞാനൊരു വീട്ടിക്ക് അപ്പൊ ഒരു വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ പുല്ലിന്റെ ലോൺ ഉണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് എന്തോ പുതിയ സംവിധാനം അരക്കെ വെച്ചിട്ടാക്കി. അപ്പൊ അവിടെ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. എന്താ സംഭവം? അപ്പൊ അതൊക്കെ കല്യാണത്തിന്റെ ഭാഗമാണ്. ഞാൻ നോക്കി നിങ്ങൾ പ്രസംഗിക്കാൻ മാത്രമല്ല കാണേണ്ട വല്ലതും പറയണമെങ്കിൽ അപ്പൊ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ആൾക്കാർ ഇറങ്ങി വരിക. എല്ലാവരുടെ കയ്യിലും മിഠായികൾ പല കപ്പലിന്റെ രൂപത്തില് എന്തൊക്കെ മുട്ടായികൾ ഇങ്ങനെ കൊടുത്തിട്ട്. ചുരുക്കി പറഞ്ഞാല് നമ്മൾ മഞ്ചേരങ്ങാടിയിലെ ഹോൾസെയിൽ 2 മുട്ടായികളുടെ അത്ര മുട്ടായിട്ടാവില്ല. അത്ര അടുപ്പിച്ച് ഈ
പണ്ടൊക്കെ ഓർമ്മല്ലേ മുട്ടായി പറഞ്ഞാലേ പലർക്കടയിൽ ചെറിയൊരു മേശപ്പുറത്ത് ഒരു ചില്ല് പരണിയിൽ ഒരു മുട്ടായി ഉണ്ടായിരുന്ന കാലത്തുനിന്ന് പിന്നെ ബേക്കറികളായി അങ്ങനെ വന്ന് ഇപ്പൊ മുട്ടായികൾക്ക് മാത്രമായിട്ട് കടയായി. അപ്പൊ ഞാനൊക്കെ ആലോചിച്ചു, ഈ മുട്ടായിക്ക് മാത്രമായിട്ട് കടന്നാക്കിയിട്ട് എപ്പോഴും ചെറിയ കുട്ടികൾ കീശിയോ ഉറുപ്പിട്ടാണ് കാക്കാത്തമ്മേ മുട്ടായി എന്ന് പറഞ്ഞു പോകണം. മുട്ടായി വെച്ചിട്ട് ഇവരെങ്ങനെ ജീവിക്കുക? ആ കാലം മാറിയിട്ടുണ്ട്. 50,000 1 ലക്ഷം. ഞാൻ ഒരു സുഹൃത്തിനോട് ഏർപ്പാട് വെച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ മിഠായിന്റെ പെട്ടികൾ ഉണ്ടാക്കുന്നത്. മുട്ടായിന്റെ പെട്ടിയോ ചവപ്പെട്ടി മുട്ടായിന്റെ പെട്ടി നാളെ അപ്പൊ നിങ്ങൾക്കറിയില്ലേ, കല്യാണത്തിന് തന്നെ മിഠായി മാത്രം കൊണ്ടുപോയാ പോരാ, അത് കൊണ്ടുപോകുന്ന ബാസ്കറ്റിന് പോലും പുതുമണ്ടുന്ന നല്ല പൈസ കിട്ടും. അതുകൊണ്ട് കല്യാണത്തിന് ഈ മിഠായി കൊടുക്കാൻ പറ്റിയ അതിന്റെ കവറുകൾ, അതിന്റെ ചെറിയ നെയ്യുണ്ടാക്കിയ മരങ്ങളൊക്കെ ഉണ്ടാക്കിയ ആ പെട്ടികൾ ഉണ്ടാക്കി അത് വിൽക്കുന്ന കടയാണ് ഇയാളെ കട. നല്ല വരുമാനം തരുന്നത്, നല്ല വരുമാനം. അവിടെ നിന്ന് തുടങ്ങാൻ പിന്നെ മഹന്തിയായിട്ടും ഹൽദിയായിട്ടും കുടിച്ചിട്ടും അങ്ങനെ പോകല്ലേ. ഒരുപാട് മഞ്ഞയായിട്ടും ചോപ്പായിട്ടും പച്ചയായിട്ടും എന്തൊക്കെ. ഞാനൊരു വീട്ടില് കല്യാണവുമായി ബന്ധപ്പെട്ട് കല്യാണം നടക്കുന്ന വീട്ടിൽ നിന്നപ്പോ ആ വീട്ടുകാര് സന്തോഷത്തോടെ പറയുന്നത് ഓം വന്നുകാണ്ട് ഓളയും കൊണ്ട് പോയിക്കണ്, ഓം വന്നുകാണ്ട് ഓളയും കൊണ്ട് പോയിക്കണ്. അപ്പൊ എന്താ സേവ് ദ ഡേറ്റിന് വേണ്ടി അവരുടെ ഒരു ഫോട്ടോ എടുക്കണം, വീഡിയോയും ഫോട്ടോ ഒക്കെ. അതിന് ഫോട്ടോഗ്രാഫർ പോയിക്കണ്. ഞാൻ നിക്കാഹില്ലേ, നിക്കാഹ് നടത്തുള്ളൂ. നിക്കാഹിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഇവരെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിക്കണ്. വ്യതിയാനത്തിന്റെ തീയതിയാണ് നാട്ടുകാരെ അറിയിക്കേണ്ടി തന്നെ ദിവസം ഇങ്ങനെ എന്ന് പറയാൻ വേണ്ടി ഒരു നല്ല മഹത്തായ കർമ്മം. അല്ലാഹുവിന്റെ വാക്കുകൊണ്ട് ഒരാണും പെണ്ണും ഒന്നായി തീരുന്ന മഹത്തായ ഒരു കർമ്മം നടക്കേണ്ടതിന് അതിന്റെ തീയതി അറിയിക്കും മുമ്പ് ഇവർ രണ്ടാളെ രാവിലെ പോയിക്കുക. പറഞ്ഞയച്ച പെണ്ണിന്റെ പേർക്കാരും അതിന്റെ കൂടെ പോകാൻ പറഞ്ഞയച്ച ആണിന്റെ പേർക്കാരും ഒക്കെ നമുക്കല്ലേ പാടുണ്ടോ? ഈ നിക്കാഹിന്റെ കരാറോട് കൂടിയല്ലേ ആ ആണും പെണ്ണും ഒന്ന് മുഖത്തേക്ക് നോക്കാൻ പോലും പാടുള്ളൂ. പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിന്റെ ശരീരത്തിലേക്ക് ആണിന് നോക്കാൻ പാടുണ്ടോ എന്നൊരു ചർച്ച ഉണ്ട് ഇസ്ലാമിൽ. പെണ്ണ് കാണാൻ പോകുമ്പോ ഒരു പെണ്ണിന്റെ ശരീരത്തിലേക്ക് ഒരാണിന് നോക്കാൻ പാടുണ്ടോ? അതിനെന്താ പറയുന്നത്? അല്ലാഹു തആല അനുവദിച്ച മുഖവും മുൻകൈയും തന്നെ ഈ രണ്ട് ഭാഗം മറച്ചിട്ട് ഒരു പെണ്ണ് ഒരാണിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പാടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് പാടില്ല. അതിനപ്പുറത്തേക്ക് വേണമെങ്കിൽ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സ്ത്രീകളോട് ആലോചിക്കുക. റസൂൽ പറഞ്ഞേ, പെണ്ണാണ് പോകുമ്പോഴേ ആണും തുറക്കാലോ മാത്രമല്ല പെണ്ണുങ്ങളാണ് പെണ്ണിനെ പോയി കാണേ. അവരുടെ സ്വഭാവം, പെരുമാറ്റം, ശരീരം ഇതൊക്കെ അവർക്കാണ് കൂടുതൽ മനസ്സിലാവുക. എന്നിട്ട് ആ കല്യാണത്തിന് മുമ്പേ ഇവര് വീഡിയോ എടുക്കാൻ വേണ്ടി പോയിക്കാണ്. എന്നിട്ട് അതിന്റെ ഫോട്ടോയും അതിന്റെ വീഡിയോയും വാട്സാപ്പിലും ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അതിങ്ങനെ പ്രചരിപ്പിച്ച് എന്തൊക്കെ നടക്കുന്നത്. ഇനി എന്തൊക്കെ ഒരുപാട് പേരുകൾ. അവ എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞ് കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന നമ്മുടെ നാട്ടിലൊന്നുമില്ല, ചില ചുറ്റുപാടത്തൊക്കെ നടക്കുന്ന സംഗതികൾ ഒട്ടനവധിയാണ്. വിവാഹത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ ആയിട്ട് കല്യാണം തീരുമാനിച്ചാലോ എത്ര മതപരമായി എത്ര മനോഹരമായ കുടുംബങ്ങളിൽ പോലും ഞാന് നമ്മുടെ ഈ അടുത്ത പ്രദേശത്തുള്ള ഒരു കല്യാണം മഞ്ചേരി ഒരു മഞ്ചേരി കണ്ണൂരോ ആ പ്രദേശത്ത് ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോ ഞാൻ സമയത്തെത്തിയപ്പോ പുതിയാപ്പന്റെ വണ്ടി ഇങ്ങനെ സന്തോഷമായി. കാരണം പലപ്പോഴും ഈ പുതിയാപ്പന്മാർ വരാൻ വൈകുമ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കണം. നമുക്ക് തൊട്ടടുത്തൊരു പരിപാടിക്ക് നൂല് നിൽക്കുമ്പോഴേക്കാണ് കല്യാണം വൈകുന്നത്. അപ്പോ പുതിയാപ്പന്റെ വണ്ടിയൊക്കെ വന്ന സന്തോഷമായി. സമയത്തിന് എത്തിക്കണല്ലോ, കഴിഞ്ഞ് പോകാനോ. പക്ഷെ ഞാൻ ഒരു ഗേറ്റർ കിടക്കുമ്പോ എന്റെ കാറിന്റെ മുമ്പിലേക്ക് ഈ പെൺകുട്ടിന്റെ പാപ്പ ഓടി പാഞ്ഞു. നിർത്തി ഞാൻ നിർത്തി. അവനോട് പറഞ്ഞേ നൃത്തം എടുക്കായാലും അവിടെ എനിക്ക് ഞാൻ വെള്ളം ചായ എന്താ വെച്ചാൽ കൊണ്ടുവരാം. അത് ഞാൻ അതെന്താണ് കയറണ്ടെന്ന് പറഞ്ഞ് അത് ഒന്നുമല്ല. അപ്പം കണ്ട് കയറണ്ട, അതിന്റെ പ്രശ്നം ഒന്നുമില്ല. ഇപ്പൊ ഞാനത് പോണ്ട. അപ്പൊ എനിക്ക് താല്പര്യം എന്താ പറഞ്ഞ പോണ്ടാന്ന് നമ്മളെ കല്യാണത്തിന് വിളിച്ചാലേ ഔദ്യോഗികമായിട്ട് വിളിച്ചാലോ എന്താ പോണ്ടാന്ന്. അപ്പൊ അയാൾ പറയുന്നത് അയാൾ സങ്കടപ്പെട്ട് കണ്ണ് നിറച്ച് അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യം നോക്കി ആകാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട് ഞാൻ ശരിക്കും പറഞ്ഞാല് ഈ ജാതി ഏർപ്പാടിനെ നിന്നെ വിളിക്കരുത് ഞാൻ പറഞ്ഞാലേ അപ്പൊ അയാൾക്ക് അറിഞ്ഞു. ഞാൻ ഒന്നും അറിയില്ല.
ഇന്നലെ മിഞ്ഞാനൊക്കെ അറിയുന്നത് ഏതൊക്കെയോ ഇവന്റ് മാനേജ്മെന്റുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പരിപാടി ഉണ്ട്. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് അറിഞ്ഞത് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല പോലെ നിങ്ങൾക്ക് മാപ്പ് തരണം. ആ മാപ്പ കരഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റൂലാന്ന് വീട്ടുകാരുടെ വീട്ടില് കല്യാണം നടക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോ നമ്മൾ ചോദിച്ചെന്താ പറയുക, പൊന്ന പൊന്നാറ പറയും അതൊന്നും നമുക്കൊന്നും തടയാൻ പറ്റില്ല. അതൊക്കെ ആരൊക്കെ നടത്തുന്നതെന്ന് അറിയാം. നിക്കാഹൊക്കെ കഴിഞ്ഞ് വാർത്തകളൊക്കെ ചൊല്ലി നമ്മൾ ഇരിക്കുമ്പോൾ ഒറ്റ പാട്ട് മൈക്കില് അപ്പൊ ഓഡിറ്റോറിയത്തിന്റെ ഏതെങ്കിലും മൂലൊക്കെ ഒരുത്തൻ വൈഫൈ ആയിട്ട് മൊബൈലിലേക്ക് നിൽക്കുന്നുണ്ടാവും. നമ്മൾ സലാം അലൈക്കും എന്ന് പറയുമ്പോൾ ഒറ്റ നെക്ക പിന്നെ കെട്ടി ആയത്തും ഹദീസും ഓതിയ ആ സ്പീക്കറുകളിൽ പിന്നെ വരുന്നത് എന്തൊക്കെയാണെന്നറിയില്ല, ഏതൊക്കെ പാട്ടാണെന്നറിയില്ല. എന്നിട്ടോ വലിയ രസമല്ല, നല്ല ദീനുള്ള ആൾക്കാർ സീറ്റിൽ നിന്ന് ഇങ്ങനെ പൊന്തിട്ട് ഇങ്ങനെ തുള്ളല്ല. പിന്നെ ഇങ്ങനെ ഒപ്പനയായിട്ടും ഡാൻസ് ആയിട്ടും തിരുവാതിരയായിട്ടും ഇപ്പൊ കല്യാണത്തിന് ഭയങ്കര രസമാണ്. കല്യാണത്തിന് അവിഭാജ്യമായ ഒരു ഘടകം പറയുന്നത് നമ്മുടെയൊക്കെ നാട്ടില് ഈ ക്രിസ്ത്യൻ ചർച്ചുകളിൽ അവിടെ ഈ പെരുന്നാൾ ഉണ്ടാകുമ്പോ അവരുടെ പ്രധാനപ്പെട്ട അച്ഛന്മാരെയൊക്കെ കൊണ്ടുപോകട്ടെ 4 കാല് കുറിച്ചുകൊണ്ട് നേരെ സീരൊക്കെ കെട്ടിയിട്ട് കൊണ്ടുപോലെ. ഇപ്പൊ കല്യാണത്തിന് കമ്പിമനെ വെള്ളി കുറിച്ചേക്കാം, അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ വണ്ടിയൊക്കെ കെട്ടിയൊപ്പിച്ച് പൂവ് കൊണ്ടിട്ട് 4 ആൾ അതും ചൂട് ഇതിനുള്ള തുടങ്ങാൻ വെയിലത്താണ് മൊത്തം കൂടെ ക്രിസ്ത്യന്മാർ പള്ളിയിൽ വരെ അങ്ങാടിയുടെ വെയിലത്ത് പോകുമ്പോ തണുപ്പിനുമായിട്ട് വിചാരിക്കാം. ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ ഈ 4 ആളെ കാല് മുറിച്ച് അതിനുള്ളിൽ ഈ കുട്ടി നിർത്തി പോണ എന്തിനാ? ഈ മയ്യത്ത് കവറിൽ വെക്കുമ്പോഴേ ചില നാട്ടിലൊക്കെ എപ്പോഴും പരിപാടി ഈ മയ്യത്ത് കവറിൽ വെക്കുമ്പോ 4 തുണി ഇങ്ങനെ കുടിക്കും ആൾക്കാർ. കവറിന്റെ ഭാഗത്തിന് തുണി ഇങ്ങനെ, അതായത് ഉള്ളിക്ക് അവിടെ കവറിന്റെ ഉള്ളിൽ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണാനൊക്കെ വേണ്ടിയൊക്കെ, അല്ലാതെ കാരണം ഇസ്ലാമിൽ അങ്ങനെ തുണിയില്ല. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിലെ മഹല്ലുകളിലൊക്കെ ഒരു പായോ ഒരു തുണിയൊക്കെ ആ കവറിന്റെ മേലെ 4 ആൾക്കാർ പിടിക്കും. അതിന്റെ ഉള്ളിൽ ആ സംഗതി ഒന്നും കാണാതൊക്കെ വേണ്ടിയൊക്കെ എന്തോ അഭാവല്ല. എന്തായിരുന്നാലും ഏകദേശം അതേ രൂപത്തിൽ ഈ പുറത്താണെങ്കിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഈ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ ഈ 4 കാലും കൈമണ്ട ചെടിയോ 4 പൈസ കൊടുത്തിനാണ്ടുള്ള മണ്ണ പൂമണ്ട കിട്ടില്ല. പ്ലാസ്റ്റിക്കിന്റെ 1.25 ഉറുപ്പിക്ക് മഞ്ചേരക്കാടിൽ പോകുമ്പോൾ നമുക്കൊണ്ട് വാങ്ങാൻ കിട്ടുന്ന അതുകൊണ്ട് അലങ്കരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ വരെ അതിന്റെ ബാക്കിൽ ഓപ്പറേറ്റിംഗ്, അതിന്റെ ബാക്കിൽ പാട്ട്, അതിന്റെ ബാക്കിൽ ചാടാൻ ആൾക്കാർ, പിന്നെ ആ ഓഡിറ്റോറിയം മുഴങ്ങുന്ന ചെവി പൊട്ടുന്ന മ്യൂസിക്. ചിലപ്പോഴൊക്കെ ചില നിക്കാഹിനുമ്പോഴേ അവിടുത്തെ സൗണ്ട് സിസ്റ്റം കാണുമ്പോൾ ഒരു പേടിയാണ്. അപ്പൊ തന്നെ എനിക്കറിയാം ഇതിനോട് സ്നേഹം കൊണ്ട് ഒഴിച്ച് വഹിക്കുന്നല്ല, വെറും നിക്കാഹില്ലാത്ത വഹിക്കാനുണ്ടാവില്ല. ഇത് ഭയങ്കര സൗണ്ട് സിസ്റ്റം. അപ്പൊ എന്തിനാണ്? ഒന്നുമില്ല, പരിപാടി ഇന്നലെ അന്തിക്കുണ്ടേനി അതിന്റെ ബാക്കിയുണ്ട്. എന്നിട്ട് ഇങ്ങനെ കണ്ണൊക്കെ വാറ്റുന്നിടത്ത് എക്സസൈസ് വരുന്നോ നോക്കാൻ വേണ്ടി പുറത്തുള്ള ആൾക്കാർ നിൽക്കും. എക്സസൈസ് കണ്ട അപ്പൊ പോകണ്ടേ, ഇതാ വരുന്നുണ്ട്, ഇതൊന്നും കണ്ട ഓടല. അതേപോലെ മൗലവി ചോറ് ഇറങ്ങുന്നുണ്ടോ നോക്കാൻ വേണ്ടി കുറെ ആൾ നിർത്തിയേക്കാം. മൗലവി ഇറങ്ങുന്നതോടുകൂടി ഉള്ളിൽ തുടങ്ങും പരിപാടി അല്ലേ? എന്തൊക്കെ. അപ്പം ഇതൊക്കെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ വളരെ മനോഹരമായി അനുഗ്രഹീതമായി നടത്തേണ്ട ഒരു കർമ്മത്തിനെ ഈ രൂപത്തിൽ വികലമാക്കി. എന്തിനാണ് ഒരു കല്യാണ വീട്ടിൽ നിന്ന് ചോറ് തിന്നാല് കുറെ കാരണന്മാര് ഇറങ്ങി ചോറില്ല. വളരെ വേണ്ടപ്പെട്ടവരാണ് മകന്റെ കല്യാണം. അപ്പൊ എന്താ ചോറ് നമ്മൾ പോകുന്ന വിഷയത്തിൽ പറയണേ? അപ്പൊ ഈ കല്യാണത്തില് നിക്കാഹിന് വേണ്ടി ചെറുക്കൻ പെണ്ണിന്റെ പെണ്ണിക്ക് പോകണം. ഒരു 10 മണിക്ക് പോകും. 1 മണിക്കാണ് നിക്കാഹ് കഴിഞ്ഞ് പെണ്ണിനെ കൊണ്ട് ചെറുക്കൻ വരിക. അപ്പൊ ഈ 10 മണി മുതൽ 1 മണി വരെ ആരുണ്ടാവില്ല കല്യാണത്തില്. ഓഡിറ്റോറിയത്തിലല്ലേ ആരുണ്ടാവില്ല. അപ്പൊ ആളുണ്ടാക്കാൻ വേണ്ടി ഇവരുടെ തലയിൽ വരുന്ന ആശയാണ് ഈ 10 to 1 മണി വരെ ഒരു ഗാനമേള. അങ്ങനെ ആണുങ്ങളും സ്റ്റേജിൽ അങ്ങനെ പാടുക, ഓരോ പാട്ട് അങ്ങനെ പാടുക. ഈ കല്യാണത്തിൽ വന്ന ആൾക്കാർക്ക് അത്യാവശ്യം പ്രായമുള്ള ആൾക്കാരല്ലേ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു DJ പാർട്ടിയിൽ പങ്കെടുത്തിട്ടില്ലാത്ത മനുഷ്യന്മാർക്ക് കല്യാണം നടക്കുന്ന ഹാളിൽ നിന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ. അജാതി ചില സ്ഥലത്ത് ഒരുപാട്, ഓരോ സ്ഥലത്ത് ഓരോ ചില സ്ഥലത്ത് പെട്ടെന്ന് ഓഡിറ്റോറിയത്തിലെ കാരണം ഇരുട്ട്. ആ ഇരുട്ടിൽ ചില ആൾക്കാർക്ക് അടി കിട്ടുന്നുണ്ട്, ചില ആൾക്കാർ കരയുന്നുണ്ട്. അതൊക്കെ കല്യാണത്തിന്റെ ഭാഗമാത്രേ. ചില സ്ഥലത്ത് ഓഡിറ്റോറിയത്തിൽ പെട്ടെന്ന് പുക കിട്ടുന്നറിയാം, എവിടുന്ന അറിയില്ല, പെട്ടെന്ന് കിട്ടു പോകാം. ചില സ്ഥലത്ത് പെട്ടെന്ന് ലേസർ രശ്മികളുടെ ഭയങ്കരമായ വിന്യാസം. ഇതൊക്കെ ഒരു 10-20
കല്യാണത്തിൽ വരുന്ന മാന്യന്മാരുടെ ആൾക്കാരുണ്ടല്ലോ, അവര് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിപ്പോവാണ്. കാരണം താങ്ങാൻ കഴിയില്ല. ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു വേണ്ടാത്തരത്തിന് നമ്മൾ പോയിട്ടില്ല. ഇവർ കല്യാണത്തിന്റെ പേരത് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുക ആൾക്കാര് അല്ലേ. അപ്പോ ഈ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം ആൾക്കാർ ചോദിക്കും, ഇതൊരു സന്തോഷല്ലേ, പുതിയ കാലല്ലേ, കുട്ടികളെ സന്തോഷല്ലേ, എന്തെങ്കിലും കൈക്കൂടെ ആവാം. ഇസ്ലാം സന്തോഷത്തിന് എതിരല്ല, പക്ഷേ ഒരു സന്തോഷവും ഇസ്ലാമിന് എതിരാവാൻ പാടില്ല. അത് ശ്രദ്ധിക്കട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ വധുവായിട്ട് പ്രവാചകന്റെ മണിയറയിലേക്ക് കയറി പോകുമ്പോ കൈകൊട്ടി പാടിയ കുട്ടികളുടെ കഥയൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ വീടകങ്ങളിൽ നടക്കേണ്ട സംഗതിയാണ്. ഒരു പെൺകുട്ടി അവിടെ ഭർത്താവിന്റെ മണിയറയിലേക്ക് പ്രവേശിക്കുമ്പോ അത് സന്തോഷത്തിന്റെ വേദികളാക്കി മാറ്റാം. അത് പുറത്ത് ഓഡിറ്റോറിയത്തിൽ അങ്ങാടിയിൽ ആണും പെണ്ണും തുള്ളാനുള്ളതല്ല. അപ്പോഴല്ല നമ്മള് പിന്നെ സമുദ്രസക്കാപ്പിന്റെ പാട്ടൊക്കെ വൈകുന്നേരം എന്താ അങ്ങനെ ഓരോ വരി പാടിക്ക് ഒരു കുഴപ്പവും പാട്ടില്ല. ആ പാട്ട് മനോഹരമായ പാട്ടാണ്. പക്ഷേ ചില മനോഹരമായ പദങ്ങൾ അസ്ഥാനത്ത് ഉപയോഗിക്കുമ്പോ അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ പ്രത്യേകതകൾ ദ്വയാർത്ഥങ്ങൾ കണ്ടമാനം പ്രയോഗിക്കുന്ന കാലം. ഒരു കാലം നേർക്കുന്നതിനെ പറഞ്ഞു നമ്മളെ ഓഫീസിൽ കയറി വന്ന വാർത്താനോട് നിങ്ങൾ ഇരിക്കും പറഞ്ഞു. ഒപ്പം നിങ്ങൾ ഞങ്ങളെ ഇരുത്തണ്ട. അവന്റെ മകന്റെ ഒരു പ്രശ്നമായിട്ട് ചൂടായിട്ട് സംസാരിക്കാം. ഞാനറിയാലോ, ഞാൻ അവരോട് മര്യാദക്ക് ഇരിക്കും ആകാത്ത ഇത്തണ്ട. എല്ലാം അങ്ങനെയാ. ഒരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെ മറ്റൊരു അർത്ഥത്തിലേക്ക് മാറ്റാൻ ചെറിയ മക്കൾ പോലും അതിനെ കുറിച്ച് ആലോചിക്കണേ. അപ്പോ അതൊക്കെ ഈ മനുഷ്യന്റെ സന്തോഷങ്ങളില് പരസ്യമായ സന്തോഷങ്ങളുണ്ട്, രഹസ്യമായ സന്തോഷങ്ങളുണ്ട്, ആ സ്വകാര്യമായ സന്തോഷങ്ങളുണ്ട് അല്ലെ. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ഒരുമിച്ച് കാണുന്ന ആദ്യത്തെ സമയത്ത് ആ ഭർത്താവിന്റെ ഭാര്യയുടെ തലയിൽ കൈവച്ച് ആ ഭർത്താവ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന? കർച്ചോനെ, ഈ പെൺകുട്ടിയിൽ എന്തെല്ലാം ഹൈറുണ്ടോ ആ ഹൈർ മുഴുവനും നീ എനിക്ക് തരണേ റബ്ബേന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ധന്യമായ ഒരു സമയമാണത്. പക്ഷെ നമ്മുടെയൊക്കെ കല്യാണത്തിന് നടക്കുമോ? പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തൊക്കെ കല്യാണത്തിൽ പ്രാർത്ഥന പിന്നല്ലേ അല്ലേ? എല്ലാം പാടെ ഒക്കെ ഒരു കാട്ടിക്കൂട്ടൽ. എത്ര പൈസ ഉള്ള വീട്ടിലെ മക്കളാണെങ്കിലും അവനാന്റെ കുട്ടി പുതിയാപ്പിള ഇറങ്ങുമ്പോ അവനാന്റെ വയർപ്പോട് തുണിക്കുപ്പായ വിട്ട് ഇറങ്ങുക പറഞ്ഞാല് അത് സൗന്ദര്യല്ലേ. ഞാന് ആദ്യമായിട്ട് പെരുന്നാളിന്റെ കുത്തു പറയാൻ ഞാൻ 10ാം ക്ലാസ് പഠിക്കണം. ഞങ്ങളെ ഓറിയന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. അവർ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് നാട്ടിൽ പെട്ടെന്ന് കത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ എനിക്ക് ഫസ്റ്റത്തെ കുത്തുബോട്. അപ്പൊ അങ്ങനെ കുത്തുബ എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടത് ദാരിദ്ര്യത്തിന്റെ കാരണല്ലേ. അപ്പൊ അങ്ങനെ പള്ളിയിൽ പോകണമെന്ന് മുമ്പ് എന്ത് ചെയ്തു, എന്റെ അതേ പ്രായത്തിൽ എന്റെ അയൽപക്കത്തിൽ ഒരു കുട്ടി അവന്റെ വീട്ടിൽ പോയിട്ട് ഓന്റെ നല്ല കുപ്പായം, അത് വെള്ള കുപ്പായ, ആ കുപ്പായം അമ്മ വാങ്ങിക്കൊടുത്തു. അത് രാവിലെ ഞമ്മ പാപ്പാമ്മ പെരുന്നാൾ കുപ്പായം എടുത്തില്ല, വെള്ള കുപ്പായം. അപ്പൊ ഈ കുപ്പായിട്ട് നിയമം വാപ്പ ചെയ്ത കുപ്പായം. അപ്പൊ ഉമ്മാരുടെ വാപ്പ അങ്ങനെ വേണ്ട, ഒരു നല്ല കാര്യത്തിൽ പോകട്ടെ, നമ്മൾ കുപ്പായിട്ട് ആയിക്കോട്ടെ. അങ്ങനെ ഉമ്മ തിരുമ്പി പകുതി ഉണങ്ങി തേച്ചിട്ടില്ലാത്ത ആ കോട്ടന്റെ കുപ്പായിട്ട് കണ്ട ഞാൻ ഒന്നാമത്തെ വിഭവകെ അതിന്റെ വാപ്പാക്കൊരു അംഗീകാരം, എന്റെ വാപ്പാക്കൊരു അഭിമാനി. ഇന്നിപ്പോ ലക്ഷങ്ങളും കോടികളും ആസ്തിയുള്ള വാപ്പാടെ മക്കള് പുതുമതാവ് ഇറങ്ങുമ്പോഴേ ആനാന്റെ കുപ്പായം വാടക ഇന്നലെ ആരാട്ടത് അത് തിരിഞ്ഞപ്പോൾ ഞാനത് വാടക കൊടുക്കുന്ന ആൾക്കാരോട് ചോദിച്ച് നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടുവരുമ്പോ തിരുമ്പ പറഞ്ഞ് ഇത് എല്ലാവരും കൊണ്ടുവരുന്ന തിരുമ്പാന്നായി സാധനം ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് സ്പ്രേ കടിച്ച് ഒരു ആവശ്യം താക്കിയാണ്ട് അവിടെ നോക്കും. ഇന്നലെ ഏതോ എടുത്തിട്ട് ഇന്ന് ഞാൻ എഴുതി വരിക എന്തായാലും ഒന്ന് ആലോചിച്ചോ. നിങ്ങൾ ഉള്ളത് എന്താണെങ്കിലും അവനവന്റെ ഒരു 100 രൂപയുടെ റോഡ് സൈഡിലുള്ള കുപ്പായം അവനവന്റെ പൈസ കൊണ്ട് വാങ്ങാൻ കിട്ടിയാൽ അത് ഇട്ടുകാണ്ട് ഇറങ്ങലല്ലേ അതിന്റെ മാന്യത, അതല്ലേ തറവാടികം. ഓ മാത്രല്ലാന്ന് ഓരോ ഒപ്പമുള്ള കുപ്പായം വാടകയാണ്. അവനാന്റെ കുടുംബത്തിലുണ്ടാവുന്നതാണ് പറയണേ. കല്യാണം തലേന്ന് ചക്കര എവിടെ പോയിട്ട് ഒരു കുപ്പായം എപ്പോഴാണ് വാടകയ്ക്കായി ചോദിച്ചിട്ട് തന്നെ അങ്ങനെ 10, 15, 20 ആൾക്കാർക്ക് വാടക കുപ്പായം. ഒരു കുപ്പായത്തിന് എത്ര വാടക? 500 രൂപ വാടക കുപ്പായത്തിന്. ബന്ധുക്കുമ്പോ ആ കുപ്പായം 2 കൽപ്പിച്ച് അത്ര പൈസ ഇല്ല. ഒരു ജാതി കറുത്ത സീരമ്മ പുള്ളി ഒരു മറ്റേ രാജസ്ഥാൻകാരൻ വരും, അതിന് 500 രൂപ വാടക എത്രയുണ്ട്. അത് അന്നെ കൊണ്ടുവരണം. അന്ന് തലേന്ന് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാത്ത പോലീസം വെക്കിന് അതിന് ഫൈൻ കൊടുക്കുന്ന പറഞ്ഞേ. ഞാൻ കൊണ്ടാകുപ്പായക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കണം. അത്ര മാനങ്ങളുള്ളതല്ലോ.
എത്രയൊക്കെ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടിയും പെൺകുട്ടിയുമാണ്. അവരുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ നിൽക്കാതിന് വേണ്ടി ചെന്നപ്പോഴേ രസകരമായ സംഭവം ഉണ്ടായി. വലിയ കല്യാണം പുരുത്തപ്പെട്ട കല്യാണം, അത്ര ആൾക്കാരാണ്. അപ്പൊ ആ കല്യാണത്തിന് പുതിയാപ്പന്റെ ആൾക്കാർ എങ്ങനെയാണ് വന്ന് അപ്പൊ അങ്ങനെ ഒരു വെള്ള ഷർട്ട്, പുതിയാപ്പന്റെ ചോന്ന കോട്ട്, എല്ലാവരും ഒരേ കോട്ട കണ്ടാൽ അറിയാം അത് വായിക്കേണ്ടി. എല്ലാവരും ചോന്ന കോട്ട കെട്ടി ബന്ധപ്പെട്ട് കാറ്ററിംഗ് അത് വെള്ളം കൊണ്ടുപോകുന്നത് കാറ്ററിംഗ് തക്കന്മാർ മൊത്തം ദേവക്കായി. അവസാനം പുതിയാപ്പുറ കാറ്ററിംഗ് ആൾക്കാരാണ് ഓർക്കേണ്ട സംശയം. അവസാനം ഏതോ ടീം പോയി പന്തലിക്കൊക്കെ പന്തലെടുക്കുമ്പോ 2 ടീം ഒരേ ജേഴ്സിക്ക് വരുമ്പോ ഒരു ടീം ജേഴ്സി മാറ്റില്ല. അതിന് കമ്മിറ്റിക്കാരൊരു തൽക്കാലം ഒരു ജേഴ്സി ടെസ്റ്റ് അതേപോലെ ആരോ ഒന്ന് ഉപ്പായം മാറ്റിയത് കഴിച്ചിട്ടായി. എനിക്ക് കുടുങ്ങിയില്ല, ചോറ് കൊടുക്കണമെന്ന് തിന്നൊന്നും അടിയില്ല. അല്ലേ? എന്താ നിന്റെ ആവശ്യം? എന്തൊക്കെ വേണ്ടാത്തരങ്ങൾ നടക്കേ. ഇതൊക്കെ പെണ്ണിന് ഒരു പാപ്പ സങ്കടപ്പെട്ട് പറഞ്ഞ സംഗതി, ഞാൻ എന്റെ മോളെ കല്യാണത്തിന് ഓടി ഓടിന്റെ കാല് വന്നിട്ട് എന്റെ കുടുംബത്തിൽ ഒരാൾ പോലും ഒരു വാക്കുകൊണ്ടെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ. നിങ്ങൾ കുറെ ഓടിയെ കുറെ പെണ്ണുങ്ങളെങ്കിലും പറയണ്ടേ. പറയാൻ എന്തായാലും ആരും പറയണ്ട. അങ്ങനെ എനിക്ക് 2-3 ദിവസം മുമ്പ് കല്യാണത്തിന് മുമ്പ് മകള് വിളിച്ചോ വാപ്പയ്ക്ക് ഒരു കാര്യം പറയണ്ടേ. അപ്പൊ ഇയാൾക്ക് തോന്നിയാലോ മകള് എന്നോട് സ്നേഹം മോൾക്കെങ്കിലും തോന്നിയാലും എന്നെ സമാധാനിപ്പിക്കാൻ ഇക്കാലം ഇത്രയൊക്കെ മതിയെന്ന് പറയാൻ ഇക്കാലം മോള് വിളിച്ചത്. ആ മോള് വിളിച്ച് 3 കാര്യം പറഞ്ഞേ. ഒന്നെന്താണെന്നറിയോ, കല്യാണത്തിന്റെ തലേന്നത്തെ വസ്ത്രം ഉണ്ടല്ലോ, ഈ അരീക്കോട് മുക്കത്തെ ഷോപ്പ് പറഞ്ഞേ, ആ ഷോപ്പിൽ വാങ്ങിയിട്ടോ എന്റെ ഒപ്പം ഒന്ന് വാങ്ങല്. 1. 2 കാര്യങ്ങൾ, കല്യാണത്തിനോട് ബ്യൂട്ടീഷ്യൻ ആയിട്ട് വരുന്നത് ഇന്ന ചേർത്ത ആളാണ്, അതാണ് നല്ലത്. 2ാമത്തേത്. 3ാമത്തേത് കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി. അത് ഈ വാർത്ത പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ കാലുകൾ ഓടിയിട്ടും നമ്മുടെ മനസ്സിന്റെ സങ്കടം എടുക്കുകയും നമ്മുടെ കുട്ടികൾ ഇത്തിരി പോലും മനസ്സിലാക്കുന്നല്ലോ ഓർത്തപ്പോഴാണ് എന്റെ സങ്കടം. അപ്പോ ഒരു മാന്യമായ കല്യാണം. ഇതിന്റെയൊക്കെ മറ്റൊരു സംഗതി നടക്കുക, കല്യാണം അതൊരു ആളുകളുടെ പ്രസ്റ്റീജ്, ഇന്റെ വലിപ്പം, ഇന്റെ സ്ഥാനം ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കല്യാണം ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒട്ടുമിക്ക കല്യാണങ്ങളും കല്യാണം കഴിയുമ്പോ ആ കല്യാണം നടത്തിയവർ കടക്കാരനാണ്. 30 ലക്ഷം റുപ്യക്ക് ഇന്നലെ വീട് വാങ്ങി. ഇന്നലെ ഞാൻ 30 ലക്ഷം റുപ്യക്ക് നമുക്ക് വീട് കിട്ടി. ഞാൻ ആ വീട് പോയി കണ്ട് ഒരു 50 ലക്ഷം റുപ്യക്ക് ആ വീടിന്റെ പണി ചെയ്യില്ല. ആ വീട് 30 ലക്ഷം റുപ്യക്ക് വിറ്റ് എന്റെ വിറ്റാളികള് കല്യാണം കഴിഞ്ഞ് കടത്തിൽ കുടുങ്ങിയേക്ക. കടയിൽ സാധനം വാങ്ങിയത്, ജ്വല്ലറിയിൽ സ്വർണം വാങ്ങിയത്, തുണിക്കടയിൽ ഡ്രസ് വാങ്ങിയത്, കടത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിയേക്കുക. ആര്? പെൺകുട്ടിന്റെ വാപ്പ ദുഃഖലാണ് നിർത്തില്ല. വീട് വിറ്റ് 30 ലക്ഷം റുപ്യക്ക് വീട് വിറ്റ് കടം കിട്ടിയിട്ട് ഇങ്ങനൊരു വീടിന് പൈസ അല്ല, വാടകപ്പല തയ്യാറാക്കുമ്പോ വിവാഹത്തിലെ മനോഹരമായ ഒരു സമാധാനത്തിന്റെ മുഹൂർത്തമാവേണ്ട വിവാഹങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയുന്ന ഇത്തരം ദുരന്തങ്ങളായിട്ട് മാറണം. എന്നിട്ടോ കണ്ടമാന ആൾക്കാരെ വിളിക്കുക, MLA ഉണ്ട്, മന്ത്രി ഉണ്ട്, ഇരുവരുണ്ട്, എല്ലാവരും വിളിക്കുക. എന്നിട്ടോ ആരൊക്കെ കല്യാണത്തിന് വന്നത്, ആരൊക്കെ 10,000 ആൾക്കാർ പങ്കെടുത്ത കല്യാണത്തിന് ഇനി വിളിച്ചത് ഞാൻ പോയിട്ടില്ല. പോയ ആളുകൾ പറഞ്ഞ രാവിലെ ഞാൻ പോയിട്ടെന്താ കല്യാണം പോയിപ്പോഴും പറഞ്ഞ വൈകുന്നേരം നിർദ്ദേശിച്ചിട്ടുള്ളത് ചോറിനെ കിട്ടിയാണ്. ചോറ് കൊടുക്കുന്ന പന്തൽ എടുക്കാൻ കഴിയില്ല. ആചാരം തിരക്കേ ആർക്കൊക്കെ ചോറ് കിട്ടി, ചോറ് കിട്ടിയവരും കറി കിട്ടി, ഒരുത്തരും ചോറ് കിട്ടിയില്ല, കറി മാത്രം കിട്ടിയേ ഓൻ കറി എന്ന് പോകുന്നത്. കാരണം എവിടെ കൊടുക്കുന്ന അറിയില്ല. ആ ഒരു 12 മണി മുതൽ ഒരു 1:30 വരെ ഇതല്ലേ ഒരു കല്യാണത്തിന്റെ പീക്ക് ടൈം. അല്ലെങ്കിൽ 11 ഒരു 11 മണിക്ക് ചോറ് വിളമ്പാൻ തുടങ്ങി. ഒരു 11:30 മുതൽ 1:30 വരെ 2 മണിക്കൂറാ ഒരു മനുഷ്യന്റെ ഉച്ചഭക്ഷണത്തിന്റെ സമയം. ആ 2 മണിക്കൂറിൽ ഇത്രയും ആളുകൾ നമ്മളെ ഏത് ഓഡിറ്റോറിയം ആവട്ടെ ഒരു 250, 300, 400 മാക്സിമം 400 ആളുകൾക്ക് ചോറുന്നാനേ ഒരു ഓഡിറ്റോറിയത്തിൽ ഒറ്റയടിക്ക് സ്ഥലം കാണുള്ളൂ. ആ സ്ഥലത്തേക്ക് 2000, 3000 ആൾക്കാർ വന്നാല് എത്ര നേരം കാത്തുക്കണം. ഓരോരുത്തർ ചോറിന് കഴിയുമ്പോൾ ഇങ്ങനെ കാത്തിരിക്കുക. ഒരുത്തരും അപ്പ കല്യാണം അപ്പ കല്യാണിരിക്കാം. അങ്ങനെ ഓരോ 2ാമത് ഇനി ചോദിട്ട് ഇയാളും ഇല്ലാതെ 2ാമത് ചോറ് നാണ്ട നേരം ഒന്നും തിന്നാൻ കിട്ടില്ല. എന്നെ പോലെ അവസ്ഥ മനുഷ്യരുടെ പള്ളിയൊക്കെ തീരെ 2ാമത്തെ പോയിട്ട് ഇനി കുറച്ചും കൂടി പോയി ഇയാളുടെ ക്ഷമ പോയി. അയാളല്ല ഓൻ ബീച്ചിട്ട് പോകണം. അവിടെ ഇരിക്കാതെ ഇങ്ങനെ ചെറിയ കുട്ടിയും കൊണ്ട് നിൽക്കണേ. ഓനാണ് വിട്ട സീറ്റല്ല, ഓൻ ഒഴിവാകട്ടെ. 2ാമത് 3ാമത് ഇയാളും രാഗി പറഞ്ഞു. എന്താ കല്യാണത്തിന്റെ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, അല്ലാഹുവിലും അന്ത്യനാളിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ താൻ
എന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവരെ അനാദരിക്കൽ എന്റെ വിശ്വാസത്തിന്റെ കുറവാണ്. എന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു വന്നിട്ട് ഇരിക്കാൻ കസേരല്ല, തിന്നാൻ ഭക്ഷണമല്ല, കഴിക്കാൻ മേശല്ല, വെള്ളം കുടിക്കാൻ ഗ്ലാസ്സില്ല. എന്തൊക്കെയാണെങ്കിൽ വയസ്സായ ആൾക്കാർ 60, 70, 80 വയസ്സായ ആൾക്കാർ ഇങ്ങനെ പാത്രം പിടിച്ച് വിറച്ചിനെ നിൽക്കുക. ഒരു കയ്യിൽ പ്ലേറ്റും മറ്റേ ഒരു വെള്ളത്തിന്റെ ഗ്ലാസും. ഇത് എവിടെയൊന്നും വെക്കേണ്ട. ഈ ചോറ് തിന്നണമെങ്കിൽ എന്നിട്ട് ഈ വിറച്ച് തിന്നിട്ട് ഉപ്പായുടെ കൂടെയൊക്കെ കറിയായി ആ നാശം പെരിക്ക് പോകാൻ പേടിയാണ്. പെണ്ണുങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് ഉപ്പായം നോക്കിട്ടുണ്ട്. എങ്ങനെ നോക്കിട്ട് ഇത് തിന്നണ്ടേ? എന്താ തിന്നാൻ കിട്ടിയത്? എന്താ കിട്ടിയത്? എന്നിട്ട് ഒരു പുതിയ സിസ്റ്റം ബൊഫേ. ഞാൻ ആലോചിച്ച ബഫേന്റെ പേര് എങ്ങനെ കിട്ടിയത്? കുറെ ഞാൻ അപ്പോൾ മനസ്സിലായി. ഈ ബഫലോ എന്ന് പറഞ്ഞാൽ അത്ര എരുമ കൊതു വർക്കാണ്. അതൊക്കെ നടന്നാണ്. അതേപോലെ ചോറ്റുപാത്രം വെച്ച് നടന്നിരുന്ന സിസ്റ്റത്തിന് ആരോ ബുദ്ധിപൂർവ്വപ്പെട്ട പേരേക്കാര്. അത് എനിക്ക് തോന്നിയത് അല്ലേ? ആളുകൾ ഞാനൊരു കല്യാണത്തിന്റെ കൂടെ അവിടെ സുഹൈൽ സുഹൃത്തുക്കളും പിതാവ് മുഹമ്മദ് അലി മൗലവി അറിയാവോ? വളരെ സ്വാധീനമായ തീരുമാനങ്ങളിൽ ഏറെ ഉറപ്പുള്ള നല്ലൊരു മനുഷ്യനെ അള്ളാഹു ഉറപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഈ മുഹമ്മദ് അലി മൗലവി ഞാൻ ഒരു കല്യാണത്തിന് നിക്കാവിന് പോയിട്ട് ചോറ് തിന്നാൻ വേണ്ടി താഴെ ഓഡിറ്റോറിയത്തിന്റെ താഴെ ഭാഗത്തേക്ക് ഇറങ്ങിയ അദ്ദേഹം അവർക്ക് ടർക്കിണ്ടാവും. ആ ടർക്കിങ്ങനെ ഒരൊറ്റ കുറച്ചിട്ട് തോടിട്ടിട്ട് ഒരൊറ്റ പോക്ക് ചോറുന്നില്ല. ഞാൻ മഴവിൽ ചോറ് വരാല്ല, ചോറ് തിന്നില്ല. എന്നിട്ട് എന്നെ കാത്തിട്ട് റോഡ് സൈഡിൽ ഞാൻ ചെന്നപ്പോ പറഞ്ഞു എന്തെങ്കിലും ചോറ് നാത്ത്. അപ്പൊ എന്നോട് അദ്ദേഹം പറയണേ 2 സ്ഥലങ്ങളിലാണ് പാത്രം കൊണ്ട് വഴി നിന്ന് ചോറ് വാങ്ങേണ്ട അവസ്ഥ എന്റെ മനസ്സിലുണ്ട്. ഒന്ന് എത്തിങ്ങാനിലാണ്, ഒന്ന് ജയിലാണ്. ഒന്ന് എത്തിങ്ങാനിലാണ്, ഒന്ന് ജയിലാണ്. ചോറ് പാത്രം കൊണ്ട് വരിക്കല് അത് രണ്ടും എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ചോറ് തിന്നില്ല. പിന്നെ ഈസി പൈസ തിന്നോളാം. ആണത്തറിയാം ആൾക്കാരിങ്ങനെ വരിക്കുക. ഒരു വരിക്കുള്ള കാറ്റഗറി കുട്ടികൾ ചിലപ്പോൾ കാണാം ഒരു കച്ചിക്കത്തിനോട് കാണാത്തവരുണ്ട്. അമ്മമാരുടെ തള്ളക്കയിൽ കിട്ടിയിലേക്ക് ഒരു സമാധാനം കത്തറ ഞാനൊക്കെ ഒന്നിട്ട് കാണിക്കുന്നോ മുഖത്ത് പറയണ്ടേ അങ്ങനെ ചാടിയത് എന്റെ കൂടിയാണെങ്കിലോ നമ്മളെ ക്ഷമ. ഇനി രണ്ടാമത് പിന്നീ പോയി വാങ്ങിക്കൂടെ? ആരെ കൊണ്ടാ കുട്ടികളെ വാങ്ങാൻ കഴിയാ? ഒരു ലേശം ഉറപ്പുള്ളവരോട് അവനാ തിന്ന് തോത്തി തുറച്ച് പാത്രം വെച്ച് പോകല്ലാതെ രണ്ടാമത് പിന്നീ പോയിട്ട് സ്കൂളിൽ കൊണ്ട് കഞ്ഞിക്ക് വരുന്നവർക്ക് രണ്ടാമത് വഹിക്കാൻ ഒരു അഭിമാനമുള്ള മനുഷ്യന് കഴിയുമോ? എന്താണ് വിളിക്കുന്ന ആളുകളെ മാന്യമായിട്ട് ഇരുത്തി മേശയിൽ ഇരുത്തിട്ടോ ചോറ് ഇവിടെ വരുമ്പോ എന്നിട്ട് ഇരുത്തിയിട്ട് ആ ചോറ് വിളമ്പിക്കൊണ്ട് തിന്നുകയാണെങ്കിൽ എന്ത് രസമല്ലേ? അവിടെ ഇംഗ്ലീഷ് കൊണ്ടുവന്ന പരിപാടി. പിന്നെ ഈ 2 മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യന് താൻ വിളിച്ചിട്ട് വരുന്ന ആളുകളെ എത്ര ആളുകളെ സ്വീകരിക്കാൻ പറ്റും? ഇപ്പൊ ഞാൻ കല്യാണം നടത്താൻ 11 മണി മുതൽ 1-2 മണി വരെയാണ് 3 മണിക്കൂർ സമയത്തേക്ക് എന്റെ കല്യാണം. ഞാനൊരു 2000 ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. എത്ര വലിയ ഓഡിറ്റോറിയം ആവട്ടെ, ആ വരുന്ന ആളുകളെ വന്നില്ലേ സന്തോഷം ഇരിക്കോ എന്ന് പറഞ്ഞ് അയാളെ ഇരുത്തി അയാൾക്കൊരു വെള്ളമൊക്കെ കൊടുത്ത് അയാളെ സ്വീകരിച്ച് അങ്ങനെ ഈ 3 മണിക്കൂറിന്റെ ഉള്ളിൽ എത്ര ആൾക്കാരെ സ്വീകരിക്കാൻ എനിക്ക് പറ്റും? ഞാൻ ആ വിഷയത്തിൽ ആലോചിച്ചിട്ട് എനിക്ക് തോന്നിയത് ഒരു 1000 ആളെ വിളിച്ച കല്യാണമാണെങ്കിൽ ഏകദേശം ആ വ്യക്തിക്ക് ആ വന്ന ആളുകളെ കാണാം. ഇത് കല്യാണത്തിന് നമ്മൾ പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മൂപ്പരെ കാണും. മൂപ്പർ ചോദിക്കണേ എന്റെ കല്യാണത്തിന് വരാനേ? ഞാൻ വന്നില്ലല്ലോ, വീട്ടിൽ എവിടെ ഞങ്ങളെ കണ്ടല്ലോ, കഴിഞ്ഞ കൂടലുണ്ടായില്ലോ, ഞങ്ങളെ പന്തലുണ്ടായില്ലോ. അതന്നെ മൂപ്പര് കണ്ടിട്ടില്ല, അമ്പലം കണ്ടിട്ടില്ല. ഇതാണോ ആദിത്യ മര്യാദ? ഇസ്ലാമിന്റെ ആദിത്യ മര്യാദയാണോ? ഞാൻ ഒരാളെ വിളിച്ചാൽ അയാളെ സ്വീകരിക്കണം, അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് എന്റെ ബാധ്യതയാണ്. അങ്ങനെ കഴിയണോ വിളിച്ചാൽ മതി. അത് ഈമാന്റെ ഭാഗമെന്നാ പറഞ്ഞേ. ഇത് കണ്ടമാന ആൾക്കാരെ 10,000 വിളിച്ചിട്ട് അതിപ്പോ പുതിയ സിസ്റ്റം ഉണ്ട്. വിളിക്കാൻ തന്നെ കൂലിക്കാളാക്കാം. ചോറ് കൊടുക്കാനൊക്കെ കൂലിക്കാളായിക്കോട്ടെ, സൗകര്യമില്ല. പണ്ടത്തെ പോലെ പന്തലിനാലും ചോറ് കൊണ്ടുപോകുന്ന അയൽവക്കാരെ കിട്ടൂല. അതുകൊണ്ട് നമ്മൾ ഇവന്റ് മാനേജ്മെന്റുകൾ ആവശ്യമാണ്, റെഡി. പക്ഷേ ആളുകളെ ക്ഷണിക്കാൻ പോകും. ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് നിങ്ങൾക്ക് എത്ര ആളെ വിളിക്കേണ്ട? 5000 കത്തോലുണ്ടാക്കുക, ഓരോ വിളിക്കുക, ആൾക്കാർ പോവുക. തന്നെ ആരാ വന്നത് അറിയില്ല, ആരാ പോയത് അറിയില്ല. അപ്പോ നമ്മുടെ വിവാഹങ്ങൾ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിന് കണക്കുണ്ടാവും. എത്ര കണക്കുകൾ? ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിന്റെ വലിപ്പം കൊണ്ടല്ലല്ലോ ഒരു കല്യാണം മഹത്വമാകുന്നത്. ഏറ്റവും നല്ല കല്യാണം ഏറ്റവും ലളിതമായ കല്യാണമാണ്. ആരും ബുദ്ധിമുട്ടിക്കാത്ത, ആരും വന്നിട്ട് മനോഹരമായിട്ട് ഇന്ന് തനിക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുതുവധുവരന്മാർക്ക് ആശംസകളൊക്കെ നേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പോകുകയോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്ന ആ മനോഹരമായ കല്യാണം കണ്ടു.
ഹദീസുകളിലെ പല അധ്യായം തന്നെ ഉണ്ട്. എന്താണ്? വധുവും വരനും ചേർന്ന് അതിഥികളെ സ്വീകരിക്കുക എന്നുള്ള അധ്യായം. നമ്മളൊക്കെ കല്യാണ വീടുകൾ ചെറുക്കനാണോ? ഇല്ല, ചെറുക്കനാണില്ലേ? പെണ്ണുണ്ട്. എവിടുത്തെ കല്യാണം? എവിടുത്തെ അറിയാം. ആകെ ഓരോ അറിയാം. ചോറേ ആ ബിരിയാണി അതിന്റെ കോഴിയാണ് വെറുതെ ആകെ ഒരു കല്യാണത്തെ കുറിച്ച് വിവരത വേറൊന്നും അറിയില്ല. ആരാണ് കല്യാണം കഴിക്കുന്നത്, എവിടേക്കാണ് കല്യാണം കഴിക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞ് സന്തോഷത്തോടു കൂടി ഒരു ബന്ധം പുതുക്കാൻ വേണ്ടിയല്ലേ എല്ലാരും വിളിക്കുന്നത്. എന്നിട്ട് പടപന്തല് കല്യാണം നടത്തി ചോറില്ല, കിട്ടിയില്ല, കിട്ടിയത് എന്തെങ്കിലും. ഞാനൊരു കല്യാണത്തിന് ഭർത്തനായി വാക്ക് കല്യാണത്തിന് പോയപ്പോൾ ആൾക്കൂട്ടം തെരഞ്ഞെടുക്കാൻ ചെറിയ പന്തല് ഐസ്ക്രീമിന്റെ ഒക്കെ വരയ്ക്കുക, ചെറിയ പന്തലുക അതിനാ ചോറ് വളർന്നത്. അവന്റെ മുമ്പിൽ ഒരാൾ പറഞ്ഞത് അവന്റെ അങ്ങോട്ട് പോയിക്കൊള്ളുക. എന്റെ പണികൾക്ക് ചെറിയ മോനും 5-6 വയസ്സാണ്. ഞാൻ ഓനെ കൊണ്ട് ആ തിരക്ക് കൂടെ ഏറ്റവും വലിയ തിരക്ക് നമ്മുടെ നാട്ടിൽ തിരക്കിൽ കണ്ണൂർ മുട്ടായി സമ്മേളനത്തില. ഇത് ഏറ്റവും വലിയ തിരക്ക്. അവിടെ എത്തണ്ടേ? അവസാനം ഡ്രൈവർ പറഞ്ഞാൽ പറയിക്ക് ചോറ് വേണം, ഞാൻ പോകണം. അവന്റെ ഒപ്പട കുട്ടിന്റെ കണ്ണു മാറി കല്യാണത്തിന് ഒന്നും അറിയില്ല. അപ്പൊ ഡ്രൈവർ പറഞ്ഞു ഞാൻ ചോറുമായി കൊടുക്കാൻ. അങ്ങനെ മോൻ പോയിട്ട് തിരക്കി അവസാനം വരുന്നത് ചോറ് വേറെ ആയിക്കൊന്നും കിട്ടിയില്ല, അറിയില്ല, ഒന്നുമില്ല, വെറുതെ ചോറായി കിട്ടിയ അതിനൊക്കെ വേറെ കുളിച്ച പോകല്ലേ ആ ചോറ് കിട്ടാൻ. എന്താണ് കല്യാണത്തിന്റെ കാര്യം? ആരെയൊക്കെയാണ് അപമാനിക്കുന്നത്? ആരുടെയൊക്കെ ശാപപ്രാർത്ഥന കേൾക്കേണ്ടി വരും? അപ്പൊ കല്യാണം നടത്തുമ്പോ നിയന്ത്രിക്കാൻ പറ്റുന്ന കല്യാണം നടത്തുക, നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കല്യാണം നടത്തുക, നമുക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന കല്യാണം നടത്തുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കല്യാണം നടത്തുക. വരുന്ന ആളുകൾ നമ്മൾ ക്ഷണിച്ച അതിഥികളാണ്. ആ അതിഥികളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഇങ്ങനെ ഞാൻ എണ്ണി പറഞ്ഞാല് സമയമായി നമുക്കറിയാം. ഈ വിവാഹത്തിൽ ഞാൻ ഈ പറഞ്ഞതല്ലാത്ത, എനിക്കറിയാത്ത, നിങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരുപാട് ആചാരങ്ങൾ വിവാഹത്തിൽ ഉണ്ടാവാം. പക്ഷെ ചോദ്യം എന്താ അറിയാം? ആർക്കതൊക്കെ നിർത്താൻ പറ്റുക? ആർക്കതൊക്കെ നിർത്താൻ പറ്റുക? അതാ ഞാൻ ആദ്യം പറഞ്ഞേ. നമ്മൾ വിചാരിക്കുക എന്റെ മകളുടെ കല്യാണത്തിന്, എന്റെ മകന്റെ കല്യാണത്തിന്, എന്റെ വീട്ടിലെ കല്യാണത്തിന് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവൂല എന്ന് തീരുമാനിക്കാൻ എനിക്കും നിങ്ങൾക്കും ധൈര്യം ഉണ്ടായാൽ നമ്മുടെ വീട്ടിലേതുപോലെ ഒരു കാലത്ത് ഇസ്ലാമില് വിവാഹ രംഗത്തുണ്ടായിരുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നമ്മുടെ സംസ്ഥാനത്ത് പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റടിച്ചുവിട്ട പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. നമ്മുടെ എന്റെ വാപ്പ ഉണ്ടാക്കി ആദ്യത്തെ വീടിന് ചുമരിലേനി ഈ മുളങ്ങനെ വെട്ടിയിട്ട് തഴുകൽ കൊണ്ട് പറിച്ച മുതലി വാതിൽ ചാക്ക് കൊണ്ടേനി. ആ തഴുകലിന്റെ ചോറിന് എന്റെ വാപ്പ 2 സ്റ്റിക്കർ ഒട്ടിക്കിനി. ആണത്തുള്ള സ്റ്റിക്കർ കുറ്റിപ്പുറ സമ്മേളനത്തിന്റെ സമയമാണ്. എന്താ സ്റ്റിക്കർ അറിയോ? ഒന്നാമത്തെ സ്റ്റിക്കർ സ്ത്രീധനം അനിസ്ലാമികം, വാങ്ങരുത്, പ്രോത്സാഹിപ്പിക്കരുത്. രണ്ടാമത്തെ സ്റ്റിക്കർ എന്താ അറിയോ? സ്ത്രീധനം കൊടുക്കുന്ന കല്യാണത്തിന് ക്ഷണിക്കരുത്. നമുക്ക് ധൈര്യമോ? ഗാനമേലുള്ള കല്യാണത്തിന് വിളിക്കരുതെന്ന് പറയാൻ ഹറാമായ പാട്ടും കൂത്തും കാതിൽ കേട്ട് ഹറാം സമ്പാദിച്ച് കിട്ടിയ ചോറ് നിന്ന് പെരയിക്ക് വരാൻ എന്തിനാ കുറിച്ച് അത്രമാത്രം നമ്മൾ പട്ടിണിയിലാണോ? ഇനി നമ്മൾ പോസ്റ്റ് ഒട്ടിക്കണം. എന്ത്? ഗാനമേളകളുടെ കല്യാണത്തിന് എന്നെ ക്ഷണിക്കരുത്, വെടിക്കെട്ടുള്ള കല്യാണത്തിന് എന്നെ ക്ഷണിക്കരുത്, ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനമുള്ള ഒരു നടത്തിക്കോട്ടെ. ഇന്ത്യ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമുണ്ട്, നടത്തിക്കോട്ടെ. പക്ഷെ ആ ഹറാമിന് നമ്മൾ പങ്കാളികളാണോ? അല്ലാഹു ഖുർആൻ പറഞ്ഞത് തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ പങ്കാളികളാവണം, പരസ്പരം സഹായിക്കണം. തെറ്റായ കാര്യങ്ങളിൽ നിങ്ങൾ സഹായിക്കാൻ പാടില്ല, പങ്കാളികളാവാൻ പാടില്ല. അപ്പൊ നമ്മൾ പറയണം. ഞാൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, പണ്ടൊക്കെ 10 ഒരാൾ കല്യാണത്തിന് വിളിച്ചാൽ ഞാൻ ധൈര്യത്തോടെ ഞാൻ വരാതെ ഇപ്പൊ വിളിച്ചോട് ഞാൻ പറയും എന്താ അവസ്ഥ. സുലൈമാൻ മൗലവിയാണ് ഏറ്റവും ഉണ്ട് ഉസ്താദാണ്, ഒരുപാട് കടപ്പാടുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് 10 തോട്ടുവിന്റെ കല്യാണത്തിന് ക്ഷണിക്കാറ്. ഞാൻ പണ്ട് സുലൈമാനെ വിളിച്ചാൽ അപ്പ എഴുതിയുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കും പോലെ കല്യാണത്തിന്റെ സ്വഭാവം എന്താ? മാനങ്ങളൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് വണ്ടി കയറുമ്പോൾ ഏതെങ്കിലും ഒരാളെ കയ്യിൽ ഫോൺ വന്നെ വിളിക്കാറ് എന്താ പോലെ എന്ത് കല്യാണം, ഈ കല്യാണം കണ്ടു പങ്കെടുക്കാൻ പാടുണ്ടോ എന്ത് തോന്നിയാ സമയം പറഞ്ഞേ? നമുക്കറിയില്ലല്ലോ. നമ്മൾ വരുമ്പോ അല്ലെങ്കിൽ അവരായിട്ട് നിശ്ചയിക്കാറുള്ള ഇരിക്കണേ നമുക്ക് അറിയില്ലല്ലോ. ഇറങ്ങിയിട്ട് പിന്നെ അമുജായിട്ട് ആളാണെന്ന് നമ്മൾ അറിയില്ല, സംഭവിക്കണേ. അപ്പൊ ഞാൻ ചോദിക്കലുണ്ട്, പക്ഷെ ചോദിച്ചിട്ടും ചതിക്കപ്പെടുക. ചോദിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല പോലെ ഇത് നമ്മളെ പള്ളിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആനയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധൈര്യത്തിൽ വന്നിട്ട് ഇറങ്ങുമ്പോഴാണ് വേറെ തൃശ്ശൂർ പോലെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടില് രക്ഷിതാക്കൾക്ക് പറയാ പോലെ നമ്മൾ വിചാരിച്ച നടക്കൂല. ഇതൊന്നും നമ്മളല്ല.
നമ്മുടെ ചെലവല്ലേ അവിടെ കത്തുന്ന പൂത്തിരിയുടെ പൈസ വരെ നമ്മളെ കൊടുത്തിട്ട് പിന്നെ എന്തുകൊണ്ട് നിയന്ത്രിച്ചൂടാ? പിന്നെ അതിന് നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് വാപ്പയാണ് നമ്മള്, എന്ത് ഉമ്മയാണ് നമ്മള്? അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആ പണ്ടത്തെ ആ ആർജവമുണ്ടല്ലോ, അനാവശ്യങ്ങൾക്കെതിരെ പൊരുതാൻ കാണിച്ച ആർജവം, നമ്മുടെ പാപ്പന്മാര് കാണിച്ച ആർജവം, അത് എംജിഎംമാർ തുടങ്ങട്ടെ. നിങ്ങൾ അടിക്കി ഒരു പോസ്റ്റർ, ഈ ജാതി കല്യാണത്തിന് ഞങ്ങൾ വിളിക്കരുത്, ഇത് എംജിഎംമാരെ ചുമരുക, ആ കുട്ടികൾ പറയാ കുട്ടിക്കാൻ പറ്റില്ല, നമുക്ക് പട്ടിയെടുക്കാനാവില്ല, എന്തൊരു കല്യാണം ആ പറഞ്ഞ് മനസ്സിലാക്കണം. വിവാഹം എന്നത് മതപരമായ ഒരു കർമ്മമാണ്. അത് മതപരമായ ഒരു കർമ്മമാണ്, സ്വാലിഹായ ഒരു ഇബാദത്താണ്. അതിനെ വികൃതമാക്കാൻ ഇബ്ലീസ് എല്ലാ പണി നോക്കും, എല്ലാ പണി നോക്കും. അതിന് കൊതറി രക്ഷപ്പെടുന്നത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഈമാന്റെ ശക്തിയാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ഈമാൻ ചോർന്നു പോയതാണ് അതിലേക്ക് കാരണം. അല്ലാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹ് കൽപ്പിച്ച അല്ലാഹുവിന്റെ ശിയാറുകളുണ്ടല്ലോ, ചിഹ്നങ്ങൾ, അതിനെ ബഹുമാനിക്കൽ തെക്കുള്ള മനസ്സിന്റെ അടയാളാണെന്നാ. നമുക്ക് കല്യാണത്തിന് ബഹുമാനിക്കാൻ പറ്റുന്ന അർത്ഥകാരികള് നമ്മുടെ മനസ്സിൽ നിന്ന് തെക്കൊക്കെ ചോർന്നു പോയിരിക്കുന്ന അതേക്കാരുടെ കാരണം വേറൊന്നല്ല, ബാക്കിയൊക്കെ വെറുതെ പറയുന്ന ന്യായീകരണങ്ങളാണ്. അപ്പൊ ന്യായീകരണങ്ങൾ മറുപടികളാകുന്നില്ല. നിങ്ങൾ എംജിഎംമാർ, ഞാൻ ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചതിന്റെ ഒന്നാമത്തെ യോഗയ്ക്കാണ് പദ്ധതിയത്. ഇന്ന് അടുത്ത പരിപാടി അരീക്കോട് 10ാമത്തെ മാലിന്യേഷൻ ക്യാമ്പുമാണ്. അപ്പോ സംഭവങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ തുടക്കക്കാരാണ്. അത്തരത്തിന്റെ തുടങ്ങേണ്ടേ എല്ലാ ഒരുപാട് വിപ്ലവങ്ങൾക്ക് തുടക്കമായ എ പി അബ്ദുൽ ഖാദർ പോലെയൊക്കെ മണ്ണല്ലേ നിങ്ങൾ തുടങ്ങി. നിങ്ങളെ മഹല്ലേ, നിങ്ങളെ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളെ എംജിഎമ്മിന്റെ മെമ്പർമാരുടെ വീട് അവിടെ തുടങ്ങി. എംജിഎമ്മിന്റെ മെമ്പർമാരുടെ വീട്ടിലെ കല്യാണങ്ങൾ മനുഷ്യന്മാർക്ക് കൂടാൻ പറ്റുന്ന, ബിസ്മില്ലി കയറാനും സലാം പറഞ്ഞ് ഇറങ്ങാനും പറ്റുന്ന നല്ല കല്യാണങ്ങളാക്കാൻ നിങ്ങൾ ശ്രമിക്കും. അല്ലാതെ ലോകം നന്നാവട്ടെ, എല്ലാവരും നന്നാവട്ടെ, എന്നിട്ട് ഞങ്ങൾ നന്നാവാന്ന് വിചാരിച്ചാൽ ത്യാഗങ്ങൾ നന്നാവില്ല. ഞാൻ നന്നാവട്ടെ, ബാക്കിയുള്ള ആളുകൾ നന്നായിക്കോട്ടെ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമ്മുടെ വീട്ടിൽ തുടക്കമാവട്ടെ, നമ്മുടെ കല്യാണങ്ങളൊക്കെ മനോഹരങ്ങളാവട്ടെ. ആർഭാടങ്ങളിൽ നിന്ന്, അനാവശ്യമായ ധനവ്യയങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് അല്ലാഹു തആല വിട്ടു നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും ഈമാനും ഇഖ്ലാസും പ്രദാനം ചെയ്യുമാറാവട്ടെ. നല്ല വിവാഹങ്ങളിലൂടെ നല്ല സമാധാനമുള്ള കുടുംബങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ.